കമ്മ്യൂണിസം നമുക്കറിയാവുന്ന ഒരു ആത്മഹത്യയുടെ വഴിയിലാണ്. ഓരോ സ്ഥലങ്ങളിലായി ഇല്ലാതാകുന്നു. ഇവിടെയും എനിക്കറിഞ്ഞുകൂടാതെ എത്ര കാലം ഉണ്ടാവുമെന്ന്. പക്ഷെ അതിൻ്റെ തിരോധാനത്തെക്കുറിച്ചുള്ള എൻ്റെ ഏറ്റവും വലിയ ഭയം ഹിന്ദുത്വ ശക്തികളുടെ കടന്നുവരവിനെക്കുറിച്ചുള്ളതാണ്. ഭാഷയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. എന്നെപ്പോലെ ഒരാൾ ഒരിക്കലും പറയാനിടയില്ലാത്തൊരു വാചകമാണ് ഞാൻ പറയുന്നതെന്ന് എനിക്കറിയാം. ദൃശ്യം, കാണൽ എന്നത് കവിതയിലൂടെ സാധ്യമായ ഒരു കാര്യമാണ്. ഞാൻ അക്ഷരാർത്ഥത്തിൽ തയ്യാറാണ് ജയിലിൽ പോവാൻ, മരിക്കാൻ. കേന്ദ്ര ഗവൺമെൻറ്റിനെ നിരന്തരമായി വിമർശിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പങ്കാളിക്കും ഭയം ഉണ്ടായിരുന്നു, ഏത് സമയത്തും വാതിലിൽ വന്ന് മുട്ടിയേക്കാം, ഏത് സമയത്തും അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്നുള്ള ഭയമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. നിരന്തരമായിട്ട് ഞാൻ നിരീക്ഷിക്കപ്പെട്ടിരുന്ന ഒരു CBI-കാരൻ എൻ്റെ പഠിക്കൽ വന്നിട്ട് നിന്ന് ഞാൻ അങ്ങോട്ട് പോകുന്നു, വരുന്നു, അങ്ങോട്ട് ആരൊക്കെ വരുന്നു എന്ന് നിരീക്ഷിച്ചു കൊണ്ടിരുന്നൊരു കാലം. ആ കാലം എന്നെ മാർച്ച് 30 എന്നുള്ള കവിത എന്നെ കൊണ്ട് എഴുതിക്കുന്നത്. തൊഴിലാളികളെ പോലീസ് കഠിനമായി മർദ്ദിച്ചു എന്ന് കേട്ട് അവർക്ക് അനുകൂലമായിട്ട് ഒരു പ്രകടനം നയിക്കുകയും സാർവദേശീയ ഗാനം പാടുകയും ചെയ്തതിനാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ആര്യൻ രാജ്യമാണ്, ഹിന്ദു രാജ്യമാണ്, ഹിന്ദി രാജ്യമാണ് ഇന്ത്യ എന്നുള്ള രീതിയിലുള്ള വളരെ തെറ്റായ ഭീഷണമായ ഒരു സങ്കല്പം അവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനിയുള്ള എൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇതിനെ എതിർക്കുക എന്നുള്ളത് മാത്രമായിരിക്കും എൻ്റെ രാഷ്ട്രീയം. വന്ദേ മാതരത്തിലും ഈ തരത്തിലുള്ള ഹൈന്ദവം എന്ന് പറയാവുന്ന ബിംബങ്ങൾ അതിൽ ഉണ്ട്. കാരണം രണ്ടാം ഭാഗത്ത് അത് കൃത്യമായും ഏതാണ്ടൊരു ഹൈന്ദവ പ്രാർത്ഥന പോലെയായി മാറുന്നുണ്ട്. ഹിന്ദുക്കൾ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസികൾ അവരുടെ സ്ഥലങ്ങളിലോ ഒക്കെ ചൊല്ലിക്കൊള്ളട്ടെ, പക്ഷേ നമ്മുടെ ദേശീയ ഗാനം എന്ന നിലയ്ക്ക് അതിനെ അംഗീകരിക്കുക ഇന്നത്തെ സാഹചര്യത്തിൽ അസാധ്യമാണ്. ഈ ഗസലുകളുടെ ഒരു സംസ്കാരം എനിക്കുണ്ടാകുന്നത് വടക്കേ ഇന്ത്യയിൽ വെച്ചാണ്. ആദ്യം എനിക്ക് വല്ലാത്ത അമ്പരപ്പായിരുന്നു. കാരണം ഞാൻ ഈ സിനിമാ പാട്ടുകാരൊക്കെ വന്നപ്പോൾ ഓടിച്ചു വിട്ടിട്ടുള്ളതാണ്. എനിക്ക് സിനിമ പാട്ടൊന്നും എഴുതാൻ പറ്റില്ല, എനിക്കിങ്ങനെ ഒരു പ്രത്യേക സന്ദർഭത്തിന് വേണ്ടി കവിതയൊന്നും എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടില്ല. അയ്യപ്പൻ വിളക്കുകൾക്ക് വേട്ടവിളി എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട്. അതും മുഴക്കമുള്ള ഒരു തരം ഗദ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. മാഷേ നമസ്കാരം. മാഷിൻ്റെ കാവ്യലോകത്തെ സംബന്ധിക്കുന്ന ഒരു പ്രധാന സവിശേഷതയായി എനിക്ക് തോന്നുന്നത് അതിൻ്റെ സമൃദ്ധിയാണ്. ഈ രചനാ സമൃദ്ധിയെപ്പറ്റി അതിലൊരു കാവ്യ സമീപനം ഉണ്ടാകും, ഒരുപക്ഷെ ഒരു ജീവിത സമീപനവും ഉണ്ടാകും. തൻ്റെ രചനാശേഷിയെ തടയുകയോ നിയന്ത്രിക്കുകയോ ചെയ്യാതെ രചനാ സമൃദ്ധിയിലേക്ക് സ്വയം തുറന്നിടുന്ന ഈ രീതിയെപ്പറ്റി മാഷിന് എന്താണ് പറയാനുള്ളത്? ഞാൻ വായിച്ചിട്ടുള്ള ലോകത്തിലെ വലിയ കവികളെല്ലാം സജയിപ്പ രചനാ സമൃദ്ധി എന്ന് പറഞ്ഞ ഒരു ഗുണമായാലും ദോഷമായാലും അതുള്ളവരാണ്. എൻ്റെ അനുഭവം പലപ്പോഴും ഒരു കവിയുടെ നല്ല രചനകളുടെ ശതമാനം അല്ലെങ്കിൽ ആ ഭാഗം ആ കവിയുടെ മുഴുവൻ കവിതകളുടെയും ഒരു ഭാഗം ആയിരിക്കും എന്നാണ്. അതായത് 100 കവിതകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ 10ഓ 20ഓ ഒക്കെ ആയിരിക്കും നല്ല കവിതകൾ എന്ന് പറയാവുന്നത്. ഇതെനിക്ക് എല്ലാവരിലും അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് നെരൂദയായാലും വേഡ്സ്വർത്ത് ആയാലും ലോകത്തെ ഏത് കവികളായാലും അവരിൽ നിന്ന് ആത്യന്തികമായി അവശേഷിക്കുന്നത് പലപ്പോഴും കുറച്ച് കവിതകളാണ്. വേഡ്സ്വർത്തിനെ ഓർക്കുമ്പോഴൊക്കെ നമ്മൾ ടിൻഡൻ ആബി ലൈൻസിനെ ഓർക്കും, അല്ലെങ്കിൽ കീറ്റ്സിനെ ഓർക്കുമ്പോൾ നൈറ്റിംഗേലിനെ ഓർക്കും, അല്ലെങ്കിൽ ഷെല്ലിയെ ഓർക്കുമ്പോൾ സ്കൈലാർക്കിനെ ഓർക്കും. ഇങ്ങനെയാണ്. അതുപോലെ നമ്മൾ വയലോപ്പള്ളിയെ ഓർക്കുമ്പോൾ നമ്മൾ മാമ്പഴത്തെയോ അല്ലെങ്കിൽ കണ്ണീർ പാടത്തെയോ മലതുരക്കുന്നവരെയോ ആസാം പണിക്കാരോ അങ്ങനെയുള്ള കുറേ കവിതകളാണ് ആദ്യമായിട്ട് നമുക്ക് മനസ്സിലേക്ക് വരിക. മറ്റു കവിതകൾ അപ്രധാനമാണെന്നല്ല ഞാൻ എല്ലാ കാലത്തും വിചാരിച്ചു പോന്നിട്ടുള്ളത്. ഓരോ കവിക്കും ഒരു രചനാലോകമുണ്ട്. ആ രചനാലോകം വളരെ പ്രധാനമാണ്. ഒറ്റ കവിതകളുടെ ഗുണമോ ദോഷമോ എന്തായാലും ആത്യന്തികമായി ഒരു കവി അനുഭവത്തിലൂടെയും ഓർമ്മയിലൂടെയും ഭാവനയിലൂടെയും ഭാഷയിലൂടെയും നിർമ്മിച്ചെടുക്കുന്ന ഒരു ലോകമാണത്. ആ ലോകത്തിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും ഒരു കവിയുടെ ആവിഷ്കാരത്തിൻ്റെ പരിധി, അതിൻ്റെ സീമയോ അതിൻ്റെ സീമാതീതമായ പടർച്ചയോ എല്ലാം തന്നെ. അപ്പോൾ അതുകൊണ്ട് അനുഭവത്തിൻ്റെ അനേകം തലങ്ങളിലേക്ക് സഞ്ചരിക്കുക എന്നത്
ഒരു കവിയുടെ മാത്രമല്ല എഴുത്തുകാരുടെ എല്ലാം തന്നെ ഒരു നിയോഗമാണ് എന്ന ധാരണ ആദ്യം മുതലേ വായന തുടങ്ങിയ കാലം മുതലേ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ കൂടി പ്രതിഫലനമാകാം നിരന്തരമായ ഈ രചന. എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് 1.5 വർഷം ഞാനൊരു കവിതയും എഴുതാതെ ഇരുന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു ബ്ലോക്കുണ്ടായി. അത് വിചിത്രമായ കാരണങ്ങളാലാണ്. അതായത് ഭാഷയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. എന്നെപ്പോലെ ഒരാൾ ഒരിക്കലും പറയാനിടയില്ലാത്തൊരു വാചകമാണ് ഞാൻ പറയുന്നതെന്ന് എനിക്കറിയാം. ആ കാലത്ത് ഞാൻ ജോർജ് സ്റ്റെയ്നറുടെ ലാംഗ്വേജ് ആൻഡ് സൈലൻസ് മുതലായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുകയും ഭാഷയ്ക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളുടെ അനുഭവങ്ങളുടെ സാകല്യം ഒരുപക്ഷെ ഒരു ഭാഷയ്ക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല എന്നും ഒക്കെ ആലോചിക്കാൻ ഇടയായി. അപ്പോൾ ആ സമയത്ത് അതിന് ശേഷം ഞാൻ ഈ സൈലൻസിനെ പറ്റി ഒരു ലക്കം ജ്വാലയുടെ ഇറക്കുകയും ചെയ്തു. അതിന് ശേഷം എഴുത്ത് കൂടുതൽ പ്രയാസമായി വന്നു. ഞാൻ പറഞ്ഞ പോലെ ഏതാണ്ട് ഒരു 1.5 വർഷം അതെടുത്തു. അത് ജീവിതത്തിൻ്റെ അവശിഷ്ടങ്ങൾ എന്നുള്ള എൻ്റെ കവിത എഴുതി കഴിഞ്ഞിട്ടാണ് ഈ ഒരു മൗനത്തിൻ്റെ ഇടവേള ഉണ്ടാകുന്നത്. പിന്നീട് ഇനിയും എന്നുള്ള കവിതയുമായിട്ട്, അത് സമീക്ഷയിലാണ് വന്നത് എം ഗോവിന്ദൻ്റെ, അതുമായിട്ട് തിരിച്ചു വന്നു. പക്ഷെ പിന്നീട് എനിക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പോലെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. മിക്കവാറും ഞാൻ എഴുതിക്കൊണ്ടിരുന്നു, എൻ്റെ ജീവിതത്തിന് അത് അർത്ഥം നൽകുന്നതായി തോന്നിക്കൊണ്ടിരുന്നു. എഴുതാതെ ഇരിക്കുന്ന ജീവിതം വാസ്തവത്തിൽ അസാധ്യമാണ് എന്ന രീതിയിലുള്ള ഒരു ഇതിലേക്ക് ഞാൻ നീങ്ങി. എഴുതുന്നത് എന്താണ് എന്നുള്ളത് വ്യത്യാസം ഉണ്ടാവാം. ചിലപ്പോൾ ഒരു വിചാരം ഒരു ലേഖനമായിട്ട് എഴുതുന്നതാകാം, ചിലപ്പോൾ ഒരു നിരൂപണമാകാം, അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരു നാടകമാകാം, സമീപകാലത്തായിട്ട് കഥകളാകാം. ഏതെങ്കിലും രീതിയിലുള്ളൊരു നിരന്തര ആവിഷ്കാരത്തിൻ്റെ ത്വര അല്ലെങ്കിൽ ചോദന അത് എൻ്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ട് ഇന്നോളം. എപ്പോഴാണ് ആ കാറ്റ് നിലയ്ക്കുക, ആ ഒരു ആഗ്രഹം നിലയ്ക്കുക എന്നുള്ളത് നമ്മുടെ എപ്പോഴാണ് ഹൃദയം നിലയ്ക്കുക എന്ന് പറയാൻ കഴിയാത്ത പോലെ തന്നെ പ്രവചനാതീതമായൊരു കാര്യമാണ്. ഈ കൂട്ടത്തിൽ കവിതയാണ് ഏറ്റവും പര്യാപ്തമായ ആവിഷ്കാര മാധ്യമമെന്ന് മാഷ് പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പ് തന്നെ. എന്താണ് മാഷിൻ്റെ ഇതുവരെയുള്ള എഴുത്തനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലും വായനാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലും കവിതയുടെ സാധ്യതകൾ, മറ്റ് എഴുത്ത് രൂപങ്ങളെ അപേക്ഷിച്ച് കവിതയെ പരമാവധി സാധ്യതകളുള്ള ഒരു എഴുത്ത് രൂപമാക്കി മാറ്റുന്ന സവിശേഷതകൾ എന്തൊക്കെയാണ്? അതിലെ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് ഭാഷയുടെ ഏറ്റവും സാന്ദ്രമായ പ്രയോഗം അത് കവിതയെ മറ്റെല്ലാ സാഹിത്യരൂപങ്ങളിൽ നിന്ന് തന്നെ വ്യത്യസ്തമാക്കുന്നുണ്ട്. സാന്ദ്രം എന്ന് പറയുമ്പോൾ അനേകം കാര്യങ്ങളുണ്ട് അതിൽ. ഭാഷ കഴിയുന്നത്ര സംക്ഷിപ്തമായി ഉപയോഗിക്കുന്നത്, ഭാഷയെ ധ്വന്യാത്മകമായി ഉപയോഗിക്കുന്നത്, പ്രത്യക്ഷത്തിൽ എന്നതിനേക്കാളേറെ പരോക്ഷമായി കാര്യങ്ങൾ പറയുന്ന അതിൻ്റെ രീതി, അതിൽ രൂപകങ്ങളുടെയും ഉപമകളുടെയും ഉൽപ്രേക്ഷകളുടെയും ബിംബങ്ങളുടെയും ഒക്കെ ആയ സ്വാഭാവികമെന്ന പോലുള്ള സന്നിവേശം, അതിലേക്ക് കൊണ്ടുവരുന്ന അനുഭവങ്ങളെ നാം വല്ലാതെ ചുരുക്കി എടുക്കുന്ന ഒരു വിചാര രീതി, അത് നമ്മുടെ വൈകാരികമായ സ്പന്ദനങ്ങളെ സൂക്ഷ്മമായി പിടിച്ചെടുക്കുന്ന രീതിയും അതിന് കവിതയ്ക്കുള്ള സവിശേഷമായ കഴിവും. ഒരുപക്ഷെ ഇത് നീണ്ടുപോകാവുന്നൊരു പട്ടികയാണെങ്കിലും ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും കവിതയെ ഒരു സമ്പൂർണ്ണ ആവിഷ്കാരം എന്നതിനെക്കുറിച്ച് പറയാമെങ്കിൽ അങ്ങനെ ഒന്നാക്കി മാറ്റുന്നത് എന്നാണ് എൻ്റെ വായനാനുഭവവും രചനാനുഭവവും. മാഷിൻ്റെ കവിതയുടെ ഒരു നട്ടെല്ല് എന്ന് പറയുന്നത് അതിലെ ഒരു നൈതികതയാണ്, രാഷ്ട്രീയമാണ്. മാഷിൻ്റെ രാഷ്ട്രീയത്തെപ്പറ്റി, കവിതയുടെ രാഷ്ട്രീയത്തെപ്പറ്റി, സമകാലീന കേരളീയ ഇന്ത്യൻ രാഷ്ട്രീയാവസ്ഥയെപ്പറ്റി. ഞാൻ ഒരു കാലത്തും ഒരു രാഷ്ട്രീയ കക്ഷിയിലുണ്ടായിട്ടില്ല. ഒരു കാലത്തും സാംസ്കാരിക വേദിയുടെ പ്രവർത്തന കാലത്ത് പോലും ഞാൻ ആ രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമായിരുന്നില്ല. ഒരു പുതിയ ഉണർവ് കണ്ടു, അതിൻ്റെ കൂടെ ചേർന്നു എന്ന് മാത്രമേ ഉള്ളൂ. കവിത വായിച്ചും പലയിടങ്ങളിലും ആ കാലത്ത് നമുക്കറിയാവുന്നതുപോലെ ഒരുപാട് നാടകങ്ങളുണ്ടായി. ബേബിയുടെ നാടകദ്ധിക പോലെ, അല്ലെങ്കിൽ രാമേന്ദ്രൻ മൊകേരിയുടെ അമ്മ പോലുള്ള നാടകങ്ങൾ, അല്ലെങ്കിൽ മധുമാഷ്ടെ പടയണി, ശക്തൻ തമ്പുരാൻ മുതലായിട്ടുള്ള നാടകങ്ങൾ. ആ കാലം എന്നെക്കൊണ്ട് ചില നാടകങ്ങൾ എഴുതിച്ചു. അങ്ങനൊരു കാലമായിരുന്നു. നാടകങ്ങൾ ഒരുപാട്, കേരളം മുഴുവൻ കവിയരങ്ങുകൾ,
അത് സാധാരണ വേദികളിൽ മാത്രമല്ല, ചിലപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന കോളനികളിലും അവിടെയൊക്കെ പോയി ഞങ്ങൾ കവിത വായിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് അതൊരു വലിയ അനുഭവമായിരുന്നു, ഒരു തുറസ്സായിരുന്നു. നമ്മൾ കണ്ടുമുട്ടിയിട്ടില്ലാത്ത പരമ്പരാഗത വായനക്കാർക്ക് അപ്പുറത്തേക്ക് കവിത എത്തുന്നു. അത് മുഴുവൻ അവർക്ക് മനസ്സിലായിരുന്നോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം നെരൂദയുടെ ഞാൻ അപ്പോഴും ഓർമ്മ വരും, നെരൂദ ഒരു സംഭാഷണത്തിൽ പറയുന്നുണ്ട്, നെരൂദ കൽക്കരി തൊഴിലാളികളുടെ ഇടയിൽ കവിത വായിച്ചു. അപ്പോൾ അത് അവർക്ക് മനസ്സിലായിരിക്കുമോ എന്ന് നെരൂദ അങ്ങനെ സംശയിക്കുന്നുണ്ട്. പക്ഷെ ഒരുപക്ഷെ മനസ്സിലായില്ലെങ്കിൽ പോലും എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ആ ബിംബങ്ങളോ അതൊന്നും മുഴുവൻ മനസ്സിലായില്ല, പക്ഷെ ഞങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു അനുഭവമായിരുന്നു എന്നെ സംബന്ധിച്ചോ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കവികളെ സംബന്ധിച്ചിടത്തോളം ആ കാലം കവികൾ എന്നുള്ള നിലയ്ക്ക് തന്നത്. അപ്പോൾ ഇന്നോളം തന്നെ ചോദ്യങ്ങൾ ചോദിക്കുക, ധീരമായി ചോദിക്കുക, അത് ഒരു തരത്തിലുള്ള ഭയങ്ങളും ഇല്ലാതെ ചോദ്യങ്ങൾ ചോദിക്കുക, എണീറ്റ് നിന്ന് കാര്യങ്ങൾ പറയുക, ഇങ്ങനെയുള്ള ഒരു കാര്യം ഞാൻ പുലർത്തിപ്പോകുന്നുണ്ട്. അത് ഞാൻ അസാമാന്യ ധീരതയായിട്ടൊന്നും കരുതുന്നില്ല. പക്ഷേ ഞാൻ അക്ഷരാർത്ഥത്തിൽ തയ്യാറാണ് ജയിലിൽ പോവാൻ, മരിക്കാൻ. അത് അക്ഷരാർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴും തയ്യാറാണ്. അത് ഡൽഹിയിൽ വെച്ച് അത് സാധ്യവുമായിരുന്നു ഒരുപക്ഷെ. കാരണം അവിടെ വെച്ച് കേന്ദ്ര ഗവൺമെൻറ്റിനെ നിരന്തരമായി വിമർശിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അവിടുത്തെ സമരങ്ങളിൽ പങ്കെടുത്ത ഒരാളാണ്. കർഷക സമരത്തിലും ഷഹീൻ ബാഗിലും ഉൾപ്പെടെ പോയി സംസാരിച്ച ഒരാളാണ് ഞാൻ. ആ രീതിയിൽ ഏത് സമയത്തും എൻ്റെ പങ്കാളിക്കും ഭയം ഉണ്ടായിരുന്നു, ഏത് സമയത്തും വാതിലിൽ വന്ന് മുട്ടിയേക്കാം, ഏത് സമയത്തും അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്നുള്ള ഭയമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഒരു തവണ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഒരു തവണ അറസ്റ്റിൻ്റെ വക്കിൽ എത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ഒന്ന് അടിയന്തരാവസ്ഥ കാലത്തായിരുന്നു. നിരന്തരമായിട്ട് ഞാൻ നിരീക്ഷിക്കപ്പെട്ടിരുന്നു. ഒരു CBI-കാരൻ എൻ്റെ പഠിക്കൽ വന്നിട്ട് നിന്ന് ഞാൻ അങ്ങോട്ട് പോകുന്നു വരുന്നു, അങ്ങോട്ട് ആരൊക്കെ വരുന്നു എന്ന് നിരീക്ഷിച്ചു കൊണ്ടിരുന്നൊരു കാലം. ആ കാലം എന്നെ മാർച്ച് 30 എന്നുള്ള കവിത എന്നെ കൊണ്ട് എഴുതിക്കുന്നത്. മറ്റൊന്ന് ഈ പറഞ്ഞ പോലുള്ള ഈ സാംസ്കാരിക വേദിയുടെയൊക്കെ കാലം. അവിടെ അന്ന് ഞാൻ ക്രൈസ്റ്റ് കോളേജിൽ പഠിപ്പിക്കുകയാണ്. അതിനടുത്തുള്ള ഒരു സ്ഥലത്ത് തൊഴിലാളികളെ പോലീസ് കഠിനമായി മർദ്ദിച്ചു എന്ന് കേട്ട് അവർക്ക് അനുകൂലമായിട്ട് ഒരു പ്രകടനം നയിക്കുകയും സാർവദേശീയ ഗാനം പാടുകയും ചെയ്തതിനാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും ആ തരത്തിൽ ഇപ്പോൾ ഒരു പാർട്ടിയുടെ പേര് പറഞ്ഞതുകൊണ്ട് അത് നല്ലതാണെന്നോ ചീത്തയാണെന്നോ എനിക്ക് മനസ്സിലാവുകയില്ല. കാരണം ഞാനിതിലെല്ലാം ഒരുപാട് നന്മകളും തിന്മകളും ഒക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ കൂടുതലായി ഗാന്ധിയിലേക്ക് എൻ്റെ ജീവിതം അടുത്തടുത്ത് വന്നിട്ടുണ്ട്. ഗാന്ധിയെപ്പറ്റി അനേകം കവിതകളുണ്ട്, സജയിനറിയാം. ഗാന്ധിയുടെ എനിക്ക് വിയോജിപ്പുള്ള ചില മേഖലകളുണ്ട് അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ. പക്ഷേ അടിസ്ഥാനപരമായി ഒരു നീതിബോധം, സ്വാതന്ത്ര്യബോധം അവസാനം വരെ പുലർത്തിയ ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഗാന്ധിയോടുള്ള ആദരവ് എനിക്ക് വളരെ കൂടുതൽ വന്നിട്ടുണ്ട്. ഇന്ത്യക്കൊരു പക്ഷേ ആവശ്യം ആ തരത്തിലുള്ളൊരു നേതാവിനെയാണെന്നുള്ള തോന്നലും കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് നമുക്കൊരു ഇന്ത്യൻ കമ്മ്യൂണിസം രൂപപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ചോദ്യവും ഒരു ചിന്തകൻ എന്ന നിലയ്ക്ക് എന്നിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. അതിനുവേണ്ടി ശ്രമിച്ച ആളുകളുണ്ട്. പക്ഷേ അവർ പകുതിക്ക് വെച്ചത് നിർത്തുകയോ അല്ലെങ്കിൽ അവർ പറഞ്ഞത് മറ്റുള്ളവർക്ക് മനസ്സിലാകാതിരിക്കുകയോ ഒക്കെ ചെയ്തതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടായില്ല. കമ്മ്യൂണിസം നമുക്കറിയാവുന്ന ഒരു ആത്മഹത്യയുടെ വഴിയിലാണ്. ഓരോ സ്ഥലങ്ങളിലായി ഇല്ലാതാകുന്നു. ഇവിടെയും എനിക്കറിഞ്ഞുകൂടാതെ എത്ര കാലം ഉണ്ടാവുമെന്ന്. പക്ഷെ അതിൻ്റെ തിരോധാനത്തെക്കുറിച്ചുള്ള എൻ്റെ ഏറ്റവും വലിയ ഭയം ഹിന്ദുത്വ ശക്തികളുടെ കടന്നുവരവിനെക്കുറിച്ചുള്ളതാണ്. അത് നമുക്കറിയാം, ആര്യൻ രാജ്യമാണ്, ഹിന്ദു രാജ്യമാണ്, ഹിന്ദി രാജ്യമാണ് ഇന്ത്യ എന്നുള്ള രീതിയിലുള്ള വളരെ തെറ്റായ ഭീഷണമായ ഒരു സങ്കല്പം അവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ബാക്കിയുള്ള സ്വാതന്ത്ര്യത്തെ കൂടി നഷ്ടപ്പെടുത്തുമോ? എഴുത്തുപോലും അസാധ്യമാക്കുന്ന, പ്രസംഗം പോലും അസാധ്യമാക്കുന്ന, ഓരോ വാക്കും അവനവന് തന്നെ ഭീഷണിയായി മാറുന്ന ഒരു കാലത്തേക്കാണോ നാം പോകുന്നത്? ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ എന്നെ കഠിനമായി അസ്വസ്ഥനാക്കുന്നുണ്ട് ഈ വാർദ്ധക്യത്തിലും. അതുകൊണ്ടാണ് ഞാൻ ഒരു കാലത്ത് പ്രഖ്യാപിച്ചത്, ഇനിയുള്ള എൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇതിനെ എതിർക്കുക എന്നുള്ളത് മാത്രമായിരിക്കും എൻ്റെ രാഷ്ട്രീയം. എനിക്ക് ഏതെങ്കിലും ഒരു പാർട്ടി ജയിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയമല്ല, അധികാരത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയമല്ല.
പ്രത്യധികാരത്തിന് വേണ്ടി, ജനങ്ങളുടെ അധികാരത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയമാണ് ഇന്നത്തെ യഥാർത്ഥ രാഷ്ട്രീയം. ആ ബോധ്യത്തിൽ തന്നെയാണ് ഞാൻ ജീവിക്കുന്നതും ഒരുപക്ഷെ ഇനി കുറച്ച് ജീവിക്കുമെങ്കിൽ ജീവിക്കാൻ പോകുന്നതും. അത് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു പാർട്ടിയിലും ഉണ്ടായിട്ടില്ല, ഒരു പാർട്ടിയിലും ചേരാൻ ഉദ്ദേശിക്കുന്നുമില്ല. അത് വളരെ വ്യക്തമാണ്. ഈ ഒരു ഹിന്ദുത്വ വ്യതിയാനം എന്ന് ഞാൻ വിളിക്കുന്ന ഒന്നിനെതിരായിട്ട് നമ്മുടെ അടിസ്ഥാന കാര്യങ്ങൾ, ജനാധിപത്യം, നമ്മുടെ മതേതരത്വം, ആവിഷ്കാര സ്വാതന്ത്ര്യം, ഇങ്ങനെയുള്ള നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് നൽകിയതായി കരുതപ്പെടുന്ന അടിസ്ഥാന മൂല്യങ്ങൾ, ഭരണഘടനയിലെ അടിസ്ഥാന മൂല്യങ്ങൾ ഒക്കെ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു സമരം ഓരോരുത്തർക്കും കഴിയുന്ന പോലെ, എനിക്ക് കഴിയുന്നത് പ്രധാനമായിട്ട് എഴുത്തിൽ കൂടിയോ സംസാരത്തിൽ കൂടിയോ ഒക്കെയാണ്. ആ തരത്തിലുള്ള സമരം തുടരുന്നതിൽ അപ്പുറമുള്ളൊരു രാഷ്ട്രീയത്തെ ഞാൻ വിഭാവനം ചെയ്യുന്നില്ല. അതിന് അധികാര രാഷ്ട്രീയവുമായി ഒരു തരത്തിലുള്ള ബന്ധവും ഉണ്ടായിരുന്നിട്ടില്ല, ഉണ്ടാവുകയും ഇല്ല എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച് പറയാം. അപ്പോൾ നമുക്ക് വേണ്ടത്, ഞാൻ പറഞ്ഞതുപോലെ, സജയ് സൂചിപ്പിച്ചതുപോലെ, നമുക്കൊരു നൈതിക രാഷ്ട്രീയമാണ്. വാല്യൂസ്, മൂല്യങ്ങളിൽ അടിയുറച്ച ഒരു രാഷ്ട്രീയം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വാതന്ത്ര്യം, സമത്വം, ആവിഷ്കാരപരമായ സ്വാച്ഛന്ദ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അടിസ്ഥാനമായിട്ടുള്ള മതങ്ങൾ മൈത്രിയോടെ വർത്തിക്കുന്ന, അതേസമയം മതങ്ങളും മതം ഇല്ലാത്തവരും മൈത്രിയോടെ വർത്തിക്കുന്ന ഒരു സമുദായമാണ്. അതിനുവേണ്ടിയാണ് ദേശീയ മാനവിക വേദി, ഉണരുക കേരളമേ മുതലായിട്ടുള്ള ചെറിയതാണെങ്കിൽ പോലുമുള്ള പരിശ്രമങ്ങൾ എന്നെപ്പോലുള്ള കുറേ ആളുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാവിയെക്കുറിച്ചൊന്നും എനിക്ക് സങ്കല്പിക്കാൻ കഴിയില്ലെങ്കിലും അതിൽ ധാരാളം ചെറുപ്പക്കാർ അതിലേക്ക് വന്ന് ചേരുന്നുണ്ട്, കൂടുതലായിട്ട് വന്ന് ചേരുന്നുണ്ട്. തിരുനാവായയിൽ അറിയാം, കുംഭമേളയ്ക്ക് സമാന്തരമായി നമ്മൾ ചെറിയ തോതിലാണെങ്കിലും ഒരു സമാന്തര ഒരു മൈത്രി മഹോത്സവം അവിടെ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ അപ്പുറത്തേക്കുള്ളൊരു പാർട്ടി രാഷ്ട്രീയത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ താല്പര്യമില്ല. കാരണം അതെല്ലാം തന്നെ ക്രമേണ ദുഷിക്കുന്നതും അധികാരം പ്രധാന ലക്ഷ്യമായി മാറുന്നതും അതിനുവേണ്ടി അസത്യങ്ങൾ ധാരാളമായി പ്രചരിപ്പിക്കുന്നതുമൊക്കെയായി മാറിക്കൊണ്ടിരിക്കുന്നു. തങ്ങൾക്കെതിരായ എല്ലാവരെയും ദുഷിക്കുകയും തങ്ങൾക്ക് അനുകൂലമായ എല്ലാവരെയും അനുകൂലിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയം ആത്യന്തികമായി നൈതിക മൂല്യങ്ങളില്ലാത്തൊരു രാഷ്ട്രീയമാണ്. ഇപ്പോൾ വന്ദേ മാതരം ദേശീയ ഗീതം എന്ന നിലയ്ക്ക് കൂടുതൽ നിർബന്ധിതമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതൊരു കവിത കൂടിയാണല്ലോ. അതിൻ്റെ രാഷ്ട്രീയത്തെ പറ്റി എന്താണ്? അതെ, ഒരു കാലത്ത് നമുക്കറിയാം, ബങ്കിം ചന്ദ്ര ചാറ്റർജിയെ പോലുള്ള ആളുകളുടെ ആനന്ദമഠമൊക്കെ അക്കാലത്ത് വായിക്കപ്പെട്ടത് പലപ്പോഴും സ്വാതന്ത്ര്യ സമരവുമൊക്കെ ആയി ബന്ധപ്പെട്ടാണ്. പക്ഷെ അതിന് പിന്നീട് ഒരുപാട് പാരായണങ്ങൾ നടന്നിട്ടുണ്ട്. അതിലുള്ളൊരു ഹിന്ദുത്വ രാഷ്ട്രീയമെന്ന് ഇന്ന് നാം വിളിക്കുന്നതിൻ്റെ ബീജങ്ങൾ പല വായനക്കാർക്കും വിമർശകർക്കും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. വന്ദേ മാതരത്തിലും ഈ തരത്തിലുള്ള ഹൈന്ദവം എന്ന് പറയാവുന്ന ബിംബങ്ങൾ അതിൽ ഉണ്ട്. അത് ടാഗോറിൻ്റെ കവിതയെ പരിശോധിക്കുകയാണെങ്കിൽ പലയിടത്തും നമുക്കുള്ളതായി കാണാം. ഒരുപക്ഷെ ടാഗോറിൻ്റെ കാലത്ത് അതങ്ങനെ കാണപ്പെട്ടിരിക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ കഴിയുന്നില്ല. കാരണം അക്കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയുള്ള വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുകയായിരുന്നു. അപ്പോൾ അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പോലും തിരിച്ചറിയാത്ത തരത്തിലുള്ള സ്വാതന്ത്ര്യം എന്നുള്ള ഒറ്റ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടുള്ള ആളുകളായിരുന്നു. പക്ഷേ നമുക്ക് പിന്നീട് പലതും വ്യക്തമായി. അതിലുണ്ടായിരുന്ന പലരും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെയോ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയായി അറിയപ്പെടുന്ന പാർട്ടിയുടെയോ ഒക്കെ മുൻഗാമികൾ ആയിരുന്നു എന്ന് നാം സ്കൂളുകളിൽ അവരെപ്പറ്റി പലരെയും കുറിച്ച് പഠിച്ചിട്ടുള്ളത് വലിയ ദേശസ്നേഹികൾ എന്ന നിലയിൽ മാത്രമാണ്. ദീൻദയാൽ ഉപാധ്യായ, എത്രയോ പേരുകൾ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഈ രാഷ്ട്രീയത്തിൻ്റെ അർത്ഥം ക്രമേണ മാറിയൊരു കാലാവസ്ഥയിൽ മുമ്പ് നിഷ്കളങ്കമായിരുന്ന ഒരു കാര്യം വളരെയധികം കളങ്കിതമാവുകയോ അല്ലെങ്കിൽ അപകടകരമായി മാറുകയോ ഒക്കെ ചെയ്തേക്കാം. വന്ദേ മാതരത്തിനും വന്നിട്ടുള്ളത് ആ തരത്തിലുള്ള ഒരു പാരായണ പരിവർത്തനമാണ് എന്നാണ് ഞാൻ പറയുക. അക്കാലത്തുള്ള ആളുകൾ കേട്ട പോലെയല്ല ഇക്കാലത്തുള്ള ആളുകൾ വന്ദേ മാതരത്തെ, പ്രത്യേകിച്ചും അതിനെ നീക്കം ചെയ്യപ്പെട്ട രണ്ടാം ഭാഗത്തെ കാണുന്നത്. കാരണം രണ്ടാം ഭാഗത്ത് അത് കൃത്യമായും ഏതാണ്ടൊരു ഹൈന്ദവ പ്രാർത്ഥന പോലെയായി മാറുന്നുണ്ട്. അതൊരു ദേശഗീതം എന്ന അതിൻ്റെ ആരംഭത്തിൽ നിന്ന് മാറി ഒരു
ഹൈന്ദവ കീർത്തനം എന്നൊരു നിലയിലേക്ക് രണ്ടാം ഭാഗത്തേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ആ രണ്ടാം ഭാഗം നിശ്ചയമായും നമ്മുടെ ഒരു ദേശീയ ഗാനം ഹിന്ദുക്കൾ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസികൾ അവരുടെ സ്ഥലങ്ങളിലോ ഒക്കെ ചൊല്ലിക്കൊള്ളട്ടെ, പക്ഷേ നമ്മുടെ ദേശീയ ഗാനം എന്ന നിലയ്ക്ക് അതിനെ അംഗീകരിക്കുക ഇന്നത്തെ സാഹചര്യത്തിൽ അസാധ്യമാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുക. അപ്പോൾ അതിനെ ആവർത്തിക്കുകയോ എടുത്തുയർത്തുകയോ ഒക്കെ ചെയ്യുന്നതിൽ വലിയ അപകടമുണ്ട് എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഇവിടെ നിന്നായിട്ട് നമുക്ക് മാഷിൻ്റെ കവിതയിലേക്കുള്ള വരവിലേക്ക് പോകാമെന്ന് തോന്നുന്നു. കവിത എന്നെ വന്ന് തൊട്ടു എന്ന് നിരൂത പറയുമല്ലോ, അക്കാലത്തായിരുന്നു കവിത എന്നെ വന്ന് തൊട്ടത്. ഈ തൊടൽ മാഷിൻ്റെ കാര്യത്തിൽ എങ്ങനെയായിരുന്നു, എപ്പോഴായിരുന്നു? എൻ്റെ ആദ്യത്തെ കവിതയാണോ അതെന്നറിഞ്ഞാൽ അതിനു മുമ്പ് ഞാൻ ചില വരികൾ എഴുതിയിട്ടുണ്ടാകും. പക്ഷെ ആദ്യമായി പ്രസിദ്ധീകരിച്ചു വന്നെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മാതൃഭൂമിയോ അല്ലെങ്കിൽ അതിനെപ്പറ്റിയൊന്നും ആലോചിക്കേണ്ടതില്ല. ഒരു കയ്യെഴുത്ത് മാസികയിൽ പ്രസിദ്ധീകരിച്ചു വന്ന കവിത ഞാൻ 11ാമത്തെ വയസ്സിലാണ് എഴുതുന്നത്. അതിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഈയാമ്പാറ്റകൾ എന്നായിരുന്നു ആ കവിതയുടെ പേര്. അത്ഭുതമാണ്, 11 വയസ്സുള്ളൊരു കുട്ടി നശ്വരതയെക്കുറിച്ചുള്ളൊരു കവിത. ഈയാമ്പാറ്റകൾ പൂർണ്ണമായിട്ടും നശ്വരതയെക്കുറിച്ചുള്ള കവിതയാണ്. നമുക്കറിയാവുന്ന പോലെ ഡ്രാഗൺ ഫ്ലൈസ് എന്ന് പറയുന്ന ഈയാമ്പാറ്റകൾ മഴ വരുമ്പോൾ പെട്ടെന്ന് ഉയർന്നു വരികയും അല്പനിമിഷത്തിനകം ചിറക് കൊഴിഞ്ഞു വീണ് മരിക്കുകയും ചെയ്യുന്ന ജീവികളാണ്. ജീവിതത്തിൻ്റെ ഈ ഹ്രസ്വതയെക്കുറിച്ചുള്ള ഒരു ബോധം എങ്ങനെയോ വളരെ ചെറുപ്പത്തിലേ എനിക്കുണ്ടായിരുന്നിരിക്കണം എന്ന് ഞാൻ ഊഹിക്കുന്നു. അതിനുള്ളൊരു കാരണവും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വളരെ കുട്ടിക്കാലത്ത് തന്നെ മരണത്തിൻ്റെ വക്കിൽ നിന്ന് തിരിച്ചു വന്ന ഒരാളാണ് ഞാൻ. 90 ദിവസത്തെ ഒരു ടൈഫോയിഡിന് ശേഷം ഡോക്ടർമാർ പോലും മിക്കവാറും ഉപേക്ഷിച്ച ഒരു കുട്ടിയായിരുന്നു ഞാൻ. അതിന് ശേഷമാണ് എൻ്റെ 1ാം ക്ലാസ്സിൽ 5 വയസ്സുള്ളപ്പോഴാണത് ആ മരണം കണ്ട് തിരിച്ചു വന്ന പോലെ എനിക്ക് ആ ചെറിയ ഓർമ്മകളുണ്ട്. തീർത്തും ബോധമില്ലാതാകുന്നത്, എന്തൊക്കെയോ വിളിച്ചു പറയുന്നത്, ഇങ്ങനെയുള്ള ഓർമ്മകളുണ്ട്. അങ്ങനെ കഴുത്തിൽ അന്ന് മന്ത്രവാദികളും വൈദ്യന്മാരും ചേർന്നാണ് ചികിത്സിക്കുക. കഴുത്തിലൊരു ചരട് കെട്ടി മെലിഞ്ഞ് ഓടി നടക്കുന്ന ഒരു 5 വയസ്സുകാരനെ എനിക്ക് ഓർമ്മയുണ്ട്. ഒരുപക്ഷെ ആ 5 വയസ്സുകാരൻ്റെ ഉള്ളിൽ അനുഭവപ്പെട്ട എന്തോ ഒന്നായിരിക്കണം ഇത്രയൊക്കെ ഉള്ളൂ ജീവിതം എന്ന ഒരു തോന്നൽ. അത് ജീവിതത്തിൽ മുഴുവൻ എന്നെ എങ്ങനെയൊക്കെയോ പിന്തുടർന്നിട്ടുണ്ട്. അത് പിന്നീട് ആസന്ന മരണ ചിന്തകൾ പോലുള്ള വലിയ കവിതകളായി വികസിച്ചിട്ടുണ്ട്. ജീവിതത്തിൻ്റെ അവശിഷ്ടങ്ങൾ വരുന്നുണ്ട് പലയിടത്തും. മരണത്തെക്കുറിച്ച് തന്നെയുള്ള അനേകം കവിതകളുണ്ട്. മരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ പോലും നാം മരിക്കാനുള്ളവരാണ്. നമ്മുടെ നിർവചനം തന്നെ മർത്യർ എന്നാണല്ലോ. മരിക്കാനുള്ളവരാണ് എന്നുള്ളൊരു ബോധം അത് എന്നെ നിരന്തരമായിട്ട് വേട്ടയാടി പോന്നിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാവാം ഈ 11ാം വയസ്സിലെ കവിത ഈയാമ്പാറ്റകളുടെ ഈ ഹ്രസ്വ ജീവിതത്തെക്കുറിച്ചുള്ളൊരു കവിതയായി മാറിയത്. അത് പ്രസിദ്ധീകരിച്ചു വന്നത് ഞങ്ങളുടെ വീടിന് തൊട്ട് മുമ്പിൽ തന്നെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. അമ്പലത്തോട് ചേർന്ന് കലാകുസുമം എന്ന പേര്, അന്നത്തെ വായനശാലകളുടെ പേരുകളൊക്കെ അങ്ങനെയായിരുന്നു. കലാകുസുമം എന്നൊരു വായനശാലയുണ്ട്. അവരുടെ ഒരു കയ്യെഴുത്ത് കൊല്ലത്തിലൊരിക്കൽ ഒരു കയ്യെഴുത്ത് മാസിക, അന്ന് അച്ചടി വളരെ വില കൂടിയൊരു കാര്യമായാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. അതൊരു സാധാരണ നാട്ടിൻപുറങ്ങളിലും കലാസമിതികളിലുമൊക്കെ അവർ പ്രസിദ്ധീകരിക്കുന്ന മാസികകൾ നന്നായിട്ട് നല്ല കയ്യെഴുത്ത് ഉള്ള ആളുകളെ കൊണ്ട് എഴുതിക്കുക, നാട്ടിൻപുറത്തൊക്കെ തന്നെ വരയ്ക്കാൻ കഴിവുള്ള ആളുകളെ കൊണ്ട് വരപ്പിക്കുക. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ പല അച്ചടി മാസികളെക്കാളും മനോഹരമായിരുന്നു അതെന്ന്. ഒരുപക്ഷെ അതൊരു വൃദ്ധൻ്റെ ഗൃഹാതുരത്വമാകാം, പക്ഷെ അതിനേക്കാളേറെ അതിലെന്തോ ഒരു സത്യത്തിൻ്റെ അംശവും ഉണ്ട്. കാരണം ഒരാൾ കൈകൊണ്ട് എഴുതുന്നതിൻ്റെ അതിന് നമ്മൾ ഇൻവോൾവ്മെൻറ്റ്, അതിലെ പൂർണ്ണമായ ഉൾപ്പെടൽ അതിലുണ്ട്. നാട്ടിൻപുറത്തുള്ള അറിയപ്പെടാത്ത കലാകാരന്മാരെയൊക്കെ പുറത്ത് കൊണ്ടുവരുന്നതിൻ്റെ വിസ്മയം അതിലുണ്ട്. ഈ ചിത്രങ്ങളും അതിലെ കവിതകളും കഥകളും എല്ലാം ചേരുമ്പോൾ അതുണ്ടാക്കുന്ന ചെറിയതെങ്കിലും വലിയതായ ഒരു ലോകം നമുക്ക് നൽകുന്ന അത്ഭുതകരമായ വിസ്തൃതിയുമുണ്ട്. അങ്ങനെ അത് വളരെ പ്രധാനമായിരുന്നു. പിന്നീട് ഞാൻ എഴുതുന്ന കവിതകൾ പലതും ഇതുപോലെ കയ്യെഴുത്ത് മാസികകളിലാണ്. പിന്നീട് ഞങ്ങളുടെ 2 വായനശാലകൾ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. ഞങ്ങളുടെ ഗ്രാമമാണ് പുല്ലൂറ്റ്, കൊടുങ്ങല്ലൂരിനടുത്ത്. ഒരു ഭാഗത്ത് ഈ കലാകുസുമം വായനശാല, തൊട്ടടുത്ത്
പക്ഷേ എൻ്റെ സ്കൂളിനടുത്ത് കുമാരനാശാൻ സ്മാരക വായനശാല, ഈ രണ്ടിടത്തുമാണ് എൻ്റെ ആദ്യകാല വായനകൾ മുഴുവൻ നടന്നിട്ടുള്ളത്. അന്നത്തെ മലയാളത്തിൽ ഇറങ്ങുന്ന മിക്കവാറും എല്ലാ പുസ്തകങ്ങളും പരിഭാഷകൾ ഉൾപ്പെടെ അതിലുണ്ടായിരുന്നു. അപ്പോൾ ആ കാലത്ത് കുറച്ച് ഈ 11, 12 എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ ആ പ്രായത്തിൽ വായിക്കേണ്ട പുസ്തകങ്ങളല്ല ഞാൻ വായിച്ചിരുന്നത്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുന്നുണ്ട്. ഇപ്പോൾ പാവങ്ങൾ വായിക്കുന്നു, കരാമസവ് സഹോദരന്മാർ വായിക്കുന്നു, കുറ്റവും ശിക്ഷയും വായിക്കുന്നു. ഇതൊക്കെ അന്ന് വേണ്ടത്ര മനസ്സിലായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെങ്കിലും ഇങ്ങനെയുള്ള വായന, അതോടൊപ്പം ഈ മാതൃഭൂമി പോലുള്ള അനേകം വാരികകൾ, അന്ന് പ്രസിദ്ധമായിരുന്ന ജയകേരളം എന്ന് പറയുന്ന മദ്രാശയിൽ നിന്ന് വരുന്ന വാരിക, ഇതൊക്കെ വായിക്കുന്നു. അതിൽ വരുന്ന വൈലോപ്പിള്ളിയുടെ, ഇടശ്ശേരിയുടെയും കുഞ്ഞിരാമൻ നായരുടെയും മറ്റുമായിട്ടുള്ള കവിതകൾ വായിക്കുന്നു. ഇതൊക്കെയാണ് എൻ്റെ തുടക്കം. അതുപോലെ എഴുത്തച്ഛന് ഞാൻ പതിവായിട്ട് രാമായണം വായിക്കുന്നൊരു പതിവ് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിക്കോ അമ്മയ്ക്കോ വായിക്കാൻ വയ്യാത്ത ദിനങ്ങളിൽ എന്നോടത് വായിക്കാനും പറയും. അങ്ങനെ രാമായണത്തിൻ്റെ ഭാഷയിലൊരു പ്രത്യേക താല്പര്യം വരികയും അത് രാമായണ ഭക്തിയോടുകൂടിയല്ല ഞാൻ പലപ്പോഴും വായിച്ചിരുന്നത്, പക്ഷേ അത് വായിക്കുന്നതിലോടുകൂടി വലിയൊരു ഭാവന അനുഭവം ഉണ്ടാകുന്നുണ്ട്. ആ ഒരു അനുഭവവും ഒരു പക്ഷേ എൻ്റെ കവിതയെ പ്രചോദിപ്പിച്ചിട്ടുണ്ടാകണം. പിന്നീട് എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന കവിത എഴുതുന്നതിനുള്ളൊരു പ്രേരണ കൂടി അതായിരുന്നിരിക്കണം. കുത്തുകളും കോമകളും അക്ഷരങ്ങളും ഒക്കെ കഥാപാത്രങ്ങളായി മാറുന്ന ആ കാഴ്ച ഞാൻ ആദ്യം കണ്ടത് ഈ രാമായണ വായനയിൽ ആണ്. അന്നത്തെ രാമായണങ്ങൾ വരിയായിട്ടല്ല അടിക്കുക, തുടർച്ചയായിട്ടാണ്. ഒരു വരി തീരുന്നിടത്തൊരു നക്ഷത്രചിഹ്നം, ആസ്റ്റരിക്സ് എന്ന് പറയുന്നത്, നമ്മൾ നക്ഷത്രചിഹ്നം ഉണ്ടാവും. അങ്ങനെയുള്ള പുസ്തകങ്ങളിൽ കൂടിയാണ് രാമായണം വായിക്കുന്നത്. അതെന്നെ വല്ലാതെ വിസ്മയിപ്പിച്ചൊരു പുസ്തകമായിരുന്നു. ഒരു കവിത എന്താണ് എന്ന് അറിയാതെ തന്നെ എന്നോട് പറഞ്ഞ ഒന്നായിരുന്നു അത്. അതിലെ വർണ്ണനകൾ, അതിലെ കഥാപാത്ര അവതരണങ്ങൾ, അതിലെ സന്ദർഭങ്ങളുടെ വിശദീകരണങ്ങൾ, അത് നമുക്ക് അറിയാതെ നൽകാൻ ശ്രമിച്ച ചില മൂല്യബോധങ്ങൾ, ഇതെല്ലാം എന്നെ സംബന്ധിച്ച് വലിയ അനുഭവങ്ങളായിരുന്നു. ഇങ്ങനെ അപ്പോൾ രാമായണം മുതലുള്ള വായനയും ഒക്കെ ചേർന്നാണ് ഈ 11ാം വയസ്സിലെ കവിതയും തുടർന്നുള്ളൊരു പരിചയമുള്ളൊരു കാളവണ്ടിക്കാരനെ കുറിച്ചുള്ളൊരു ആഖ്യാന കവിതയും അത് ഹൈസ്കൂൾ കാലത്താണ് ഒക്കെ ഞാൻ എഴുതാനിട വരുന്നത്. പിന്നീട് പ്രസിദ്ധീകരിക്കാൻ ആരംഭിക്കുന്നത് കുറച്ചുകൂടി വലുതായതിന് ശേഷമാണ്. പുറം മാസികകളിൽ പ്രസിദ്ധീകരിക്കുന്നത് ഞാൻ ബിരുദത്തിന് പഠിക്കുന്ന കാലത്താണ്. ഈ ജയകേരളത്തിൽ തന്നെയാണ് ആദ്യത്തെ പ്രണയ കവിത എന്ന് പറയുന്ന ഒരു കത്ത് പോലുള്ള ഒരു കവിത വരുന്നത്. അതിനെ തുടർന്ന് മറ്റു മാസികകളിൽ ഈ ബിരുദാനന്തര ബിരുദ പഠനകാലത്ത് മറ്റു മാസികകളിലൊക്കെ കവിതകൾ കുറേശ്ശെ വരാൻ തുടങ്ങി. ക്രമേണ മാതൃഭൂമി പോലുള്ള കൂടുതൽ വലിയ വാരികകളിലേക്കോ ആനുകാലികങ്ങളിലേക്കോ ഒക്കെ മാറുകയും ചെയ്തു. മാറി എന്ന് ഞാൻ പറയില്ല, കാരണം ഞാൻ ചെറിയ മാസികകളിലെ എഴുത്ത് എല്ലാ കാലവും തുടർന്നു പോന്നിട്ടുണ്ട്, അതിപ്പോഴും തുടരുന്നുണ്ട്. മാഷിൻ്റെ കാവ്യഭാഷയുടെ ഒരു സവിശേഷതയായി എനിക്ക് തോന്നിയിട്ടുള്ള അതിൻ്റെ ഒരു തരം ഇന്ദ്രിയപരതയാണ്. നിറങ്ങളിലേക്കും മണങ്ങളിലേക്കും രുചികളിലേക്കും തുറന്നിരിക്കുന്ന ഇന്ദ്രിയബദ്ധമായ അല്ലെങ്കിൽ ഇന്ദ്രിയ സമേതമായ ഒരു കാവ്യഭാഷയാണ് മാഷിൻ്റെ കവിതകളിലുടനീളം കാണാനാവുക. ഈ ഒരു കാവ്യഭാഷയുടെ രൂപപ്പെടലിനെ പറ്റി, അതേപോലെ തന്നെ ബിംബസമൃദ്ധവുമാണ്. മലയാള കാവ്യഭാഷ ഒരുപക്ഷെ ബിംബസമൃദ്ധമാകുന്നത് മാഷിൻ്റെ വരവോടുകൂടിയാണെന്ന് പറയാമല്ലോ. ഇന്ദ്രിയപരത എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കവിതയുടെ തന്നെ ആത്യന്തിക ഗുണങ്ങളിൽ അല്ലെങ്കിൽ സവിശേഷതകളിൽ ഒന്ന് ആണ് എന്ന്. എൻ്റെ കവിതയിൽ വിചാരങ്ങളുടെ ദൗർലഭ്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ആ വിചാരങ്ങളൊക്കെ തന്നെയും അല്ലെങ്കിൽ ദർശനങ്ങളൊക്കെ തന്നെയും ജീവിതാനുഭവങ്ങളൊക്കെ തന്നെയും ജീവിത സ്മരണകളൊക്കെ തന്നെയും ആവിഷ്കരിക്കപ്പെടുന്നത് പലപ്പോഴും ഈ രീതിയിലുള്ള ഇന്ദ്രിയാനുഭവങ്ങളുടെ രൂപത്തിലോ അല്ലെങ്കിൽ അവയുടെ അകമ്പടിയോടു കൂടിയോ ആണ്. അങ്ങനെ ആകാത്തത് കഴിയുന്നത്ര എഴുതാതിരിക്കുക, അങ്ങനെ ആകും വരെ കാത്തിരിക്കുക, തൻ്റെ ഒരു വിചാരം പോലും ഒരു വികാരമായി മാറും വരെ കാത്തിരിക്കുക എന്നൊരു രീതി ഒരുപക്ഷെ ആദ്യം മുതലേ തന്നെ എൻ്റെ കവിതയിൽ ഉണ്ടായി പോന്നിട്ടുണ്ട്. കാരണം എൻ്റെ വിചാരം എന്നും അങ്ങനെയാണ്. കവിത എന്ന് പറയുന്നത് കാണാൻ കഴിയണം, കേൾക്കാൻ കഴിയണം, രുചിക്കാൻ കഴിയണം, അത് സ്പർശിച്ച് അറിയാൻ കഴിയണം. 5 ഇന്ദ്രിയങ്ങളുടെയും അനേക തരത്തിലുള്ള ഉൾപ്പെടലുകൾ, 5 ഇന്ദ്രിയങ്ങൾക്കുമുള്ള വിരുന്നുകൾ ഈ
കവിതകൾ എല്ലാ കാലത്തും എനിക്ക് തന്നിട്ടുള്ളത് കൊണ്ട് എൻ്റെ കവിതയും അങ്ങനെ ആകണം എന്നൊരു പക്ഷേ ഞാൻ അറിയാതെയെങ്കിലും ആഗ്രഹിച്ചതാകാം അതിന് ഒരു കാരണം. ബിംബ സമൃദ്ധിയെപ്പറ്റി പറഞ്ഞു, അതും ഞാൻ ബോധപൂർവം ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഈ ഇന്ദ്രിയപരതയുമായി അതിന് ബന്ധമുള്ളതുകൊണ്ട് അങ്ങനെ ബന്ധിച്ച് പറയുകയാണ് അതിൽ ശരി. കാരണം ദൃശ്യം കാണൽ എന്നത് കവിതയിലൂടെ സാധ്യമായൊരു കാര്യമാണ്. പക്ഷേ കവിയുടെ കാണൽ നമ്മുടെ സാധാരണ ഒരു റോഡിലൂടെ നടക്കുമ്പോഴോ ഒക്കെ കാണുന്ന പോലുള്ളൊരു കാണലല്ല. അയാളുടെ കാണലിൻ്റെ ഉള്ളിൽ മറ്റൊരു കാണലുമുണ്ട്. ബിംബമായിട്ട് പലപ്പോഴും വരുന്നത് ആ തരത്തിലുള്ള ദൃശ്യത്തിനകത്ത ദൃശ്യമാണ്. അല്ലെങ്കിൽ കാണുന്നതും ഭാവനയുമായി, അല്ലെങ്കിൽ ദർശിച്ചതും സ്വപ്നവുമായി സമന്വയിക്കുന്ന രണ്ടിനെയും സമന്വയിക്കുന്നതിലൂടെ ഉണ്ടായി വരുന്ന ഒന്നിനെയാണ് നാം ബിംബം എന്ന് പറയുന്നത്. അത് ചിലപ്പോഴൊക്കെ ഒരു യഥാർത്ഥമായ കാര്യങ്ങളുടെ ചിത്രമായെന്നിരിക്കാം, ചിലപ്പോഴൊക്കെ അതിയഥാർത്ഥം എന്ന് നാം പറയുന്ന സറിയലിസ്റ്റ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് മാറി എന്നിരിക്കാം. പക്ഷേ അനുഭവങ്ങളെ മൂർത്തമാക്കുന്നതിൽ ഈ ബിംബങ്ങൾക്കൊരു വലിയ പങ്കുണ്ടെന്ന് എൻ്റെ കാവ്യാനുഭവം, അത് വളരെ പരിമിതമാണ്, ആ കാവ്യാനുഭവം പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ബിംബ സമ്പ്രദായം പലരും ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടും ഞാൻ മുഴുവനായിട്ട് ഉപേക്ഷിക്കാത്തത് അതിലുള്ള ഒരു ഉറച്ച വിശ്വാസം കൊണ്ട് തന്നെയാണ്. ഒരു ബിംബാരാധകനാണ് ഞാൻ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഒരു കാലത്ത് മാഷ് ഗസലുകൾ എഴുതിയിരുന്നല്ലോ, മലയാളം ഗസലുകൾ എഴുതിയിരുന്നല്ലോ. ഗസലുകൾ ഗീതങ്ങൾ എന്ന പേരിലൊരു പുസ്തകവുമായിട്ടുണ്ട്. ആ അനുഭവത്തെ പറ്റി ഒന്ന് പറയാം. ഒരുപക്ഷെ നമ്മുടെ ഭാഷയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും മികച്ച, ഏറ്റവും ലക്ഷണയുക്തമായ ഗസലുകൾ അതാണെന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു. അത് ഈ ഗസലുകളുടെ ഒരു സംസ്കാരം എനിക്കുണ്ടാകുന്നത് വടക്കേ ഇന്ത്യയിൽ വെച്ചാണ്. 30 വർഷം ഡൽഹിയിലായിരുന്നതുകൊണ്ട് നിരന്തരമായിട്ട് ഇത് കേൾക്കാറുണ്ട്. ഒരു ഭാഗത്ത് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ കേൾക്കും. അത് ഞാൻ തുടങ്ങിയത് ഭോപ്പാലിൽ വെച്ചിട്ടാണ്. അത് ഞാൻ ആ കഥ മുഴുവൻ പറയുന്നില്ല. ഭീംസെൻ ജോഷിയൊക്കെയാണ് ആദ്യം കേൾക്കുന്നത്, പിന്നെ കുമാർ ഗന്ധർവിനെ കേൾക്കുന്നു, പിന്നെ മല്ലികാർജുൻ മൻസൂറിനെ കേൾക്കുന്നു, പിന്നെ കിഷോരിയ മോഹൻകറെ കേൾക്കുന്നു. അങ്ങനെ ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് ദർഗകളിൽ പോയിട്ട് ഈ ഖവ്വാലി, നമ്മൾ ഖവാലി എന്ന് പറയുന്ന ഖവ്വാലി സംഗീതം കേൾക്കുന്നു. വേറൊരു ഭാഗത്ത് ഈ ഗംഭീരമായ രീതിയിലുള്ള ഈ ഗസലുകൾ കേൾക്കുന്നു. വാസ്തവത്തിൽ ഞാൻ പൂർണ്ണമായും ഗസൽ, അങ്ങനെയാണ് സാജയ് പറഞ്ഞതെങ്കിൽ പോലും പൂർണ്ണമായും ഗസലിൻ്റെ രീതിയല്ല പിന്തുടർന്നിട്ടുള്ളത്. കാരണം ഗസലിന് വളരെ കൃത്യമായ കണിശമായ നിയമങ്ങളുണ്ട്. ഇത്ര വരി കഴിയുമ്പോൾ 2 വരി ആവർത്തിക്കുക. പക്ഷേ ഈ ക്ലാസിക്കൽ ഗസൽ തന്നെ ഒരു വലിയ മാറ്റത്തിന് വിധേയമായിട്ടുണ്ട്. അതിന് പിന്നീടുള്ള പല കവികളും ആസാദ് ഗസൽ, സ്വതന്ത്രമായ ഗസൽ എന്ന് പറയുന്ന ഒരു രൂപം ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ഈ ഗസലുകൾ ആ തരത്തിലുള്ള സ്വതന്ത്ര ഗസലുകളാണ്. ആ കൃത്യനിയമങ്ങളെ പിന്തുടരുന്നില്ല. കാരണം ഗസലിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ആ രൂപഘടനയുടെ കൃത്രിമത്വമോ അല്ലെങ്കിൽ അതിൻ്റെ കണിശതയോ ഒന്നുമല്ല. ആത്മാവ് എന്ന് പറയുന്നത് ഒന്ന് പ്രണയവുമായി ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ട വികാരങ്ങൾ, അല്ലെങ്കിൽ നാം ഒരു മൂഡ് എന്ന് പറയുന്ന ഒരു ഭാവാവസ്ഥ, ഒരു വൈകാരിക അവസ്ഥ. അതാണ് ഗസൽ. ഏത് ഗസലും ലോകത്തുള്ളത്, ഇന്ത്യയിലാണ്. ഒറിജിനലി പേർഷ്യയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ പേർഷ്യ തൊട്ട് ഇന്ത്യ വരെ നോക്കിയാൽ നാം കാണുന്ന ഈ ഏത് ഗസലെടുത്താലും അതിന് പ്രത്യേക തരത്തിലുള്ള മൂഡ് സൃഷ്ടിക്കുന്നു, ഒരു ഭാവാവസ്ഥ, മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്. എൻ്റെ ഗസലുകളിൽ ഞാൻ പ്രധാനമായി ശ്രദ്ധിച്ചിട്ടുള്ളത് അങ്ങനെ ഒന്നാണ്. അപ്പോൾ അതിലൂടെ ചില കാര്യങ്ങളൊക്കെ സ്വാഭാവിക കവിയായതുകൊണ്ട് ഇങ്ങനെ അതിൽ പ്രകൃതിയും പ്രണയവും മറ്റ് പല കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. പക്ഷേ ആത്യന്തികമായി ഈ ഗസലുകളൊക്കെ സൃഷ്ടിക്കുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള വികാരമാണ്. അത് വല്ലപ്പോഴുമൊക്കെ ചിലപ്പോൾ ഒരു വിചാരത്തിലേക്ക് നയിച്ചു എന്നും വരാം. കുട്ടികളൊക്കെ പാടി നടക്കുന്ന ചില ഗസലുകളുണ്ട്. ഇലകൾ ഒഴിയുന്നു, അതെ, ഇലകൾ ഒഴിയുന്നു, കൊമ്പ് പോകുന്നു, മരം, അങ്ങനെ അത് പ്രകൃതിയെ പറ്റിയുള്ള ചില
ആലോചനകളിലേക്കൊക്കെ നമ്മ നയിച്ചു. അതൊക്കെ എൻ്റെ സ്ഥിരമായിട്ട് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള ഒരു കാര്യവുമാകാം. അങ്ങനെയുള്ള അപ്പോൾ ആ ഗസലുകൾ അത് അറിയാമല്ലോ, ഉമ്പായിയാണ് ആദ്യമായിട്ട് ആ ഗസലുകൾ പാടിയൊരു കാസറ്റാക്കിയത്. 10 ഗസലുകൾ എനിക്ക് പാടി കേൾക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ എന്നിട്ട് ഞാൻ സമ്മതിക്കൂ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോൾ വിളിച്ച് മുറിയിൽ വന്ന് മുമ്പായി അത് പാടി തന്നു. പിന്നെ ഷബാസമൻ പാടിയിട്ടുണ്ട് ചില ഗസലുകൾ. അതിൽ തൃപ്തനായിരുന്നു. കാരണം മുംബൈ ബോംബെയിൽ വളർന്ന ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ നന്നായി പഠിച്ച ഒരാളായിരുന്നു. മുംബൈക്ക് ചില ഉച്ചാരണ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതെനിക്ക് മനസ്സിലാകുമായിരുന്നു, അദ്ദേഹം പുറത്തുള്ള ഒരാളായിരുന്നുകൊണ്ട്. പക്ഷേ അതിൻ്റെ ആലാപന രീതി എന്നെ ശരിക്കും മുഗ്ധനാക്കി എന്ന് തന്നെ പറയാം. പിന്നീടാണ് ഷാബാസ് ഒരു പ്രത്യേക പ്രമേയമൊക്കെ തന്നിട്ട് അങ്ങനെ പറ്റുമെന്ന് ഞാൻ അങ്ങനെ ചോദിക്കുന്ന ആളുകളോട് ആദ്യം പറയാനും പറ്റില്ല എന്നാണ്. എനിക്ക് സാധാരണ മട്ടിൽ അത് പറ്റാറില്ല. പക്ഷെ പലപ്പോഴും ഞാൻ ആലോചിക്കുമ്പോൾ അതിങ്ങനെ മനസ്സിൽ കിടന്ന് കുറേ കഴിയുമ്പോൾ, ഒരു പക്ഷേ അവർ പറഞ്ഞ സമയത്തൊന്നും ആയിരിക്കില്ല ഒരു കവിതയോ ഒരു ഗസലോ ഒക്കെ ഉണ്ടാകും. അങ്ങനെ എഴുതിയിട്ടുള്ള കവിതകളും വളരെ കുറവാണ്. എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ തോന്നിയിട്ടുള്ളത് ഞാൻ എഴുതിയിട്ടുള്ളൂ. ഈ ഗസലുകളുടെ കൂട്ടത്തിൽ മാഷിൻ്റെ ഗസലുകളുടെ കൂട്ടത്തിൽ മാഷിന് പ്രിയപ്പെട്ട ഏതെങ്കിലും ചിലതുണ്ടോ? എൻ്റെ ഓർമ്മ അത്ര ശക്തമായി മധുരമേ നിൻമുഖം, അത് എനിക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. മധുരമേ നിൻമുഖം, ആ വീണ്ടും മധുരമേ എന്നുള്ളത് ആവർത്തിക്കുന്നത് അത് തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന് അത് പാടി ഒരു സാമാന്യമായി പോയെങ്കിലും അതെ അത് അങ്ങനെ ബാക്കിയുണ്ടെന്ന് പറയുന്ന, ഓരോന്നും ബാക്കിയുണ്ട് എന്ന് പറയുന്ന ഒരു സംഗതി. അത് കാരണം അതിന് വലിയൊരു പ്രത്യാശയുടെ കവിതയാണ്, ഒരു പ്രത്യാശയുടെ പാട്ടാണ്. അത് ഒരില്ലെങ്കിലും ബാക്കിയുണ്ട്, എല്ലാം തകർന്നു പോയാലും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അതോടൊപ്പം തന്നെ വൃക്ഷവും പ്രകൃതിയും ഒക്കെ അതിലേക്ക് കടന്നു വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. ആ പാട്ടുകൾ കേട്ടാലേ എനിക്ക് കൃത്യമായിട്ട് പറയാൻ ഇപ്പോൾ കഴിയുള്ളൂ. അത് കാരണം അതൊരു പ്രത്യേക സമയത്ത് ഞാൻ പിന്നെ എഴുതിയിട്ടുമില്ല. പിന്നെ ഒരെണ്ണം മുംബൈ മരിച്ചപ്പോൾ അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് മാധ്യമം വാരികയിലാണ് ഒരു ഗസൽ എഴുതി. അല്ലെങ്കിൽ ഞാൻ എഴുതിയിട്ടില്ല. അത് വന്നത് എനിക്കൊരു സർജറി, ഗോൾ ബ്ലാഡറിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ്, ഒന്നും ചെയ്യാനില്ല, വെറുതെ കിടക്കുന്നു. അപ്പം ഇങ്ങനെ ചില വരികൾ ആദ്യം വന്ന ഈ കവിത തന്നെയാണ്, ഇലകളെ പറ്റിയിട്ടുള്ള ചില വരികളിങ്ങനെ വരുന്നു. ആദ്യം എനിക്ക് വല്ലാത്ത അമ്പരപ്പായിരുന്നു. കാരണം ഞാൻ ഈ സിനിമാ പാട്ടുകാരൊക്കെ വന്നപ്പോൾ ഓടിച്ചു വിട്ടിട്ടുള്ളതാണ്. എനിക്ക് സിനിമ പാട്ടൊന്നും എഴുതാൻ പറ്റില്ല, എനിക്കിങ്ങനെ ഒരു പ്രത്യേക സന്ദർഭത്തിന് വേണ്ടി കവിത ഒന്നും എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഓടിച്ചിട്ടില്ല. അപ്പം അങ്ങനെ പാട്ട് സിനിമയിൽ ഉപയോഗിച്ചു. പിന്നീട് IV ശശി ഉൾപ്പെടെയുള്ള ആളുകൾ ഉപയോഗിച്ചു. അനുവാദത്തോടു കൂടി തന്നെയാണ് ഉപയോഗിച്ചത്. പക്ഷേ അത് ആ ഗസൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഉള്ളൊരു സന്ദർഭത്തിൽ ഒന്നും ചെയ്യാനില്ലാത്തൊരു സമയം, ആ സമയത്ത് മനസ്സിലിങ്ങനെ പാട്ട് വന്ന് നിറയുക, വരികൾ വരുന്നു, ബിംബങ്ങൾ വരുന്നു. അങ്ങനെയാണ് ആ സർജറി കഴിഞ്ഞ ആ സമയത്താണ് ഞാൻ മിക്കവാറും എല്ലാ ഈ ഗസലുകൾ ഗീതങ്ങൾ എന്ന പുസ്തകത്തിന് കൊടുക്കാൻ കാരണം, ചിലത് ഞാൻ പറഞ്ഞ പോലെ ഗസലിൻ്റെ സങ്കല്പത്തിൽ മുഴുവൻ ഒതുങ്ങാത്ത ചില കൃതികളും അതിലുണ്ട്. അപ്പോൾ അതിന് വേണമെങ്കിൽ ഗീതം എന്നുള്ളത് നമുക്കറിയാം, ടാഗോറൊക്കെ കണ്ടുപിടിച്ച, അല്ലെങ്കിൽ ടാഗോറിൽ വളരെ പ്രധാനമായിരുന്ന ഒരു കാവ്യരൂപമാണ്. ലിറിക്കാണത് വാസ്തവത്തിൽ. അപ്പോൾ ഗസൽ, അപ്പോൾ ഇതിൽ ഒരു ഭാവഗീതത്തിൻ്റെ ചില സവിശേഷതകളും അതേസമയം ഗാനത്തിൻ്റെ ചില ഈണങ്ങളും ഒക്കെ കലരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ശീർഷകമാണ്. അത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കാമെന്നുള്ള ആശയം ഒരു പ്രസാധകനിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് തോന്നിയത്. 2000-ൻ്റെ ഒരു പകുതിയാണ് ഇതിൻ്റെ കാലം. അതെ. ഇനി മറ്റൊരു ദിശയിലേക്ക് പോവുകയാണെങ്കിൽ മാഷിൻ്റെ കവിതയിലേക്ക് ഗദ്യത്തിൻ്റെ വരവ് എങ്ങനെയാണ്? ഗദ്യം കവിതയുടെ ഒരു മാധ്യമമായി മാഷ് കൈക്കൊള്ളുന്ന ആ ഒരു ഘട്ടത്തെ പറ്റി. അതുവരെ ഗദ്യകവിത നിലവിലില്ല, ഗദ്യം കവിതയുടെ മാധ്യമമായി തീർന്നിട്ടില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് നമുക്ക് ചിലരൊക്കെ എഴുതിയിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ മാഷ് ഉപയോഗിച്ച തരത്തിൽ അയവുള്ള ബിംബാത്മകമായ വളരെ സ്വച്ഛന്തമായ ഒരു ഗദ്യം. സജയ് പറഞ്ഞ പോലെ തന്നെ മുമ്പ് ഗദ്യ കവിത എന്ന് പറഞ്ഞൊരു രൂപം നമുക്കുണ്ടായിരുന്നു. പൊൻകുന്നം വർക്കി മുതൽ VVK വാലത്ത് വരെയുള്ള ആളുകൾ ഈ ഗദ്യ കവിതകൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ ആ കവിതകൾ മിക്കവാറും നമ്മൾ റെട്ടറിക്കൽ എന്ന് പറയുന്നൊരു സാധനം, ഏതാണ്ട് ഒരു പ്രഭാഷണപരത, അതിൽ ചില ആദ്യാക്ഷരപ്രാസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ പരിചിതമല്ലാത്ത കുറേ സംസ്കൃത വാക്കുകളൊക്കെ ഉപയോഗിക്കുക. അങ്ങനെയായിരുന്നു G. ശങ്കരക്കുറുപ്പിൻ്റെ പോലും ഗദ്യ കവിതകൾ.
അപ്പോൾ അതിന് വ്യത്യസ്തമായ ഒരു ഗദ്യ കവിതയുടെ സങ്കല്പം സാധ്യമാക്കുന്നത് മലയാളത്തിൽ അയ്യപ്പ പണിക്കരാണ്. അയ്യപ്പ പണിക്കരുടെ ചരമക്കുറിപ്പ് എന്നൊരു കവിതയുണ്ട്. അയ്യപ്പ പണിക്കർ മരിക്കുന്നതിനെ പറ്റിയുള്ളൊരു കവിത. ആ കവിത ഏതാണ്ട് ലളിതം എന്ന് പറയാവുന്ന, അതേസമയം ഐറണി അല്ലെങ്കിൽ ഒരു നർമ്മഭാവം കലർന്ന ഒരു സവിശേഷ ഗദ്യമായിരുന്നു. അതാണ് ആദ്യം ഞാൻ വായിക്കുന്ന പുതിയ തരത്തിലുള്ള ഗദ്യ കവിതകളിൽ ഒന്ന്. അപ്പോഴും ഞാൻ ഗദ്യത്തെക്കുറിച്ച് എഴുതുന്ന ആലോചിച്ചിട്ടില്ല. എൻ്റെ ആദ്യത്തെ 2 സമാഹാരങ്ങളും അറിയാവുന്നതുപോലെ ദ്രാവിഡ വൃത്തങ്ങളിലോ അല്ലെങ്കിൽ മുക്തഛന്ദസ്സുകൾ എന്ന് പറയുന്ന വൃത്തഛായയുള്ള രീതികളിലോ ആണ്. ഞാൻ എഴുതി തുടങ്ങിയത് സംസ്കൃത വൃത്തങ്ങളിലാണെന്ന് കൂടി ഞാൻ സമ്മതിച്ചു കൊള്ളട്ടെ. സ്കൂളിൽ വെച്ച് ഒമർ ഖയ്യാമിൻ്റെ റൂബായി യാത്ര ഒരുപാട് റൂബായികൾ ഞാൻ പരിഭാഷ ചെയ്യുന്നത് ശാർദൂല ക്രീഡത്തിലും ശ്രദ്ധരയിലും ഒക്കെയാണ്. അത് ആശാൻ്റെ ഒരു സ്വാധീനമാണ്. ആശാനെ കുട്ടിക്കാലത്ത് വായിച്ചുകൊണ്ടായിരിക്കണം. സംസ്കൃത വൃത്തങ്ങളിലാണ്. പിന്നീട് ദ്രാവിഡ വൃത്തങ്ങളിലേക്ക് എന്തെങ്കിലും ശേഷിച്ചിരിപ്പുണ്ടോ? ഇല്ല, ഒന്നുമില്ല. എനിക്ക് എൻ്റെ ഓർമ്മയിലൊന്നുമില്ല. മാസികകൾ ധാരാളമായിട്ട് അക്കാലത്തെ ഒരുപക്ഷെ ആ സ്കൂളിലെ മാസികകൾ സൂക്ഷിച്ചു വെച്ചിട്ട് തീർച്ചയായിട്ടുണ്ട്. ഒരുപാട് ഈ റൂബായികൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ പറഞ്ഞതുപോലെ വൃത്തങ്ങളിലേക്കും മുക്തഛന്ദസ്സുകളിലേക്കും ഒക്കെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ മുക്തഛന്ദസ്സിൽ എത്തുമ്പോൾ തന്നെ നമ്മൾ ഗദ്യത്തിൻ്റെ അടുത്തേക്ക് പതുക്കെ നീങ്ങുകയാണ്. കാരണം ഛന്ദസ്സിൻ്റെ നിയമങ്ങൾ നമ്മൾ പൊട്ടിച്ചു കളഞ്ഞു. എന്നാൽ ഛന്ദസ്സിൻ്റെ ചില രീതികൾ, ഈണങ്ങൾ, മട്ടുകൾ അതൊക്കെ അല്പം നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് അയ്യപ്പ പണിക്കരുടെ ഈ കവിത ഞാൻ വായിക്കാൻ ഇടവരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം എഴുതിയ 2-3 കവിതകൾ, ആ രീതിയിലുള്ള കവിതകൾ ആദ്യകാലത്തുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം പകലുകൾ രാത്രികളിലും പാസേജ് ടു അമേരിക്കയിലൊക്കെ ധാരാളമായിട്ട് ഗദ്യം, പലതരത്തിലുള്ള ഗദ്യങ്ങൾ ഉപയോഗിക്കാൻ ആരംഭിച്ചു. പക്ഷെ അതിന് മുമ്പ് തന്നെ ഞാനും ഈ ഗദ്യത്തിലേക്ക് കുറേ സഞ്ചരിച്ചു തുടങ്ങി. അതൊരു പുതിയ രീതിയായി എനിക്ക് തോന്നി. അത് സജീവനത് കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മളൊക്കെ ഇപ്പോൾ ഈ ബിരുദാനന്തര ബിരുദകാലത്താണ് നമ്മൾ പലരും ഈ ആധുനിക പാശ്ചാത്യ കവിതയുമായിട്ട് പരിചയപ്പെടുന്നത്. നമ്മൾ എലിയറ്റിൻ്റെയോ ഓഡൻ്റെയോ സ്പെൻഡറുടെയോ അതുപോലെയുള്ള അനേകം കവികളുടെ രീതികളുമായിട്ട് പരിചയപ്പെടുന്നു. അപ്പോൾ അങ്ങനൊരു സാധ്യതയെ പറ്റിയുള്ള ബോധം ആ കവികൾ നമ്മുടെ ഉള്ളിൽ എവിടെയോ തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ മലയാളത്തിലൊരാൾ അങ്ങനെയുള്ളൊരു പ്രയോഗം നടത്തുക കൂടി ചെയ്യുമ്പോൾ അത് മലയാളത്തിലും സാധ്യമാണ് എന്നുള്ളൊരു വിചാരം ഉണ്ടാവുന്നു. അത്തരമൊരു വിചാരത്തിൽ നിന്നാണ് എൻ്റെ ആദ്യകാലത്തെ ഗദ്യത്തിലുള്ള എന്ന് തന്നെ പറയാവുന്ന കവിതകൾ പലതും വരുന്നത്. പക്ഷേ ശ്രദ്ധിക്കുന്നവർക്കറിയാം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഒരേ ഗദ്യമല്ല. അതിൽ ചിലപ്പോൾ തനി പ്രബന്ധം പോലെ ഞാൻ മാതളം എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. ഒരു പരിഹാസത്തിൽ എഴുതുന്ന ഗദ്യമുണ്ട്. അതിൽ വളരെ ബിംബാത്മകമായ തരത്തിലുള്ള ഗദ്യമുണ്ട്. ബിബ്ലിക്കൽ എന്ന് പറയാവുന്ന ബൈബിളിൻ്റെ മുഴക്കമുള്ള ചില അത്തരത്തിലുള്ള പ്രമേയങ്ങളുള്ള ചില കവിതകൾ, ബൈബിളിൻ്റെ മുഴക്കമുള്ള ഗദ്യമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഗദ്യമാണ് എൻ്റെ കവിതകൾ മുഴുവൻ എടുത്ത് പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക. അതേസമയം എൻ്റെ ഉള്ളിൽ ആരോ പറഞ്ഞുകൊണ്ടിരുന്നു വൃത്തത്തെ മുഴുവൻ ഉപേക്ഷിക്കല്ലേ എന്ന്. അതുകൊണ്ട് ഈ കാലത്തൊക്കെ എൻ്റെ ഏത് സമാഹാരം എടുത്താലും അതിൽ വൃത്തത്തിലുള്ള കുറച്ച് കവിതകളെങ്കിലും കാണും. അതെവിടെയോ എൻ്റെ ഒരു അച്ചടക്കം നിലനിർത്താനോ ആ ഭാഷയുടെ സംഗീതത്തെ പുറത്തു കൊണ്ടുവരുന്നതിനോ ഏതോ രീതിയിൽ അത് സഹായിച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത കാലത്ത് എഴുതിയ പല കവിതകളും വീണ്ടും നമുക്കറിയാം പദ്യ രൂപങ്ങളിൽ ആണ്. കുറ്റിപ്പുറം വീണ്ടും എന്നുള്ള കവിത, പിന്നെ ഇപ്പോൾ വരാൻ പോകുന്ന 80 എന്ന് പറഞ്ഞൊരു കവിത, ഇതൊക്കെ അത് കേക ഉൾപ്പെടെയുള്ള കേക എനിക്ക് ഗദ്യം പോലെ തന്നെയാണ്. ഞാൻ വേണമെങ്കിൽ ഈ അഭിമുഖ സംഭാഷണം മുഴുവൻ കേകയിൽ പറയാം. അത്രയും അനായാസമാണ് കേക. പക്ഷെ ഞാൻ പലപ്പോഴും മറ്റനേകം വൃത്തങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. കാകളിയോ മഞ്ചരിയോ അന്നനടയോ സോണറ്റുകളുടെ വിവർത്തനത്തിൽ അതെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്കൃത വൃത്തങ്ങളിൽ ഞാൻ മിക്കതും ഉപേക്ഷിച്ചെങ്കിലും അനുഷ്ടുപ്പിലെന്നെ ചില കവിതകൾ പിന്നീട് വന്നിട്ടുണ്ട്. എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞ് എഴുതിയ കവിതകളിലൊന്ന് അനുഷ്ടുപ്പിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില ആ വൃത്തങ്ങളുടെ ബാക്കി എന്നിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനെ പരിഹസിക്കുന്നവരുണ്ടാവാം. ഈ കാലത്ത് വൃത്തത്തിൽ ആരെങ്കിലും എഴുതുമെന്ന് കരുതുന്നവരുണ്ടാകാം. പക്ഷെ വൃത്തങ്ങൾ മടങ്ങി വരില്ലെന്നും നമുക്ക് ഉറപ്പ് പറയാനും കഴിയുകയുമില്ല. കാരണം പല പാശ്ചാത്യ ഭാഷകളിലും വൃത്തനിരാസത്തിന് ശേഷം
വൃത്തങ്ങളുടെ ഒരു മടങ്ങിവരവും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വൃത്തങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഭാഷയുടെ സംഗീതത്തിൽ നിന്ന് സ്വാഭാവികമായി പലരും വിചാരിക്കുന്നത് ആരെങ്കിലും കൃത്രിമമായിട്ടൊക്കെ ഇത്ര അക്ഷരം അത്ര അല്ലെങ്കിൽ ഇന്ന പ്രാസങ്ങളൊന്നും എഴുതി വെച്ചല്ല, അതൊക്കെ പിന്നെ ഉണ്ടായതാണ്. അതിനു മുമ്പ് കവിതകളുണ്ടായിരുന്നു. കവിതകളിൽ നിന്ന് ലക്ഷണങ്ങൾ വരികയാണ്, ലക്ഷണങ്ങളിൽ നിന്ന് കവിതകൾ വരികയല്ല ചെയ്യുന്നതെന്ന് പലരും മറന്നു പോകുന്നു. അപ്പം അതുകൊണ്ട് നമ്മുടെ ഭാഷയ്ക്കകത്ത് തന്നെ ഉണ്ടായിരുന്ന ചില താളങ്ങളെയോ സമ്പ്രദായങ്ങളെയോ ഒക്കെ ഒരു പ്രത്യേക കെട്ട് അല്ലെങ്കിൽ അടുക്ക് അതിലേക്ക് കൊണ്ടുവന്നാണ് വൃത്തങ്ങൾ നിർമ്മിക്കുന്നത് ആദ്യകാല കവികൾ മുതൽ. പിന്നെ ഗദ്യത്തിൻ്റെ കാര്യം പറയാം, നമ്മൾ പിന്നോട്ട് പോവുകയാണ്. നമ്മൾ പണിക്കരിയിൽ നിന്ന് തുടങ്ങിയെങ്കിലും ഞാൻ ഗദ്യ കവിതയെ പറ്റി പറഞ്ഞു. അതിനും നമ്മുടെ ചമ്പുക്കൾ പദ്യമാണോ ഗദ്യമാണോ എന്നുള്ള ചോദ്യമുണ്ട്. അതുപോലെ നമ്മുടെ ഈ അയ്യപ്പൻ വിളക്കുകൾക്ക് വേട്ടവിളി എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട്. അതും മുഴക്കമുള്ള ഒരു തരം ഗദ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമ്മുടെ പാരമ്പര്യത്തിൽ എവിടെയൊക്കെയോ ഗദ്യം ഇങ്ങനെ കിടപ്പുണ്ട്. അതൊരു കവിതാമാധ്യമമായിട്ട് ആളുകൾ കരുതിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെയുള്ള ഒരു ഗദ്യോപയോഗം കൂടുതൽ വരുന്നത് ഈ പറഞ്ഞ പോലെ നമ്മൾ പുതിയ കവിത എന്ന് അല്ലെങ്കിൽ ആധുനിക കവിത എന്ന് ഒരു കാലത്ത് വിളിച്ചിരുന്ന ആ കവിതയുടെ വരവോടുകൂടി. പീഡനകാലം പോലൊരു സമാഹാരത്തിലൊക്കെയാണ് മാഷ് ഏറെക്കുറെ സാർവത്രികമായിട്ട് ഗദ്യം ഉപയോഗിച്ച് കാണുന്നത്. അതെ. ഗദ്യം കാവ്യഗദ്യം എപ്പോഴാണ് മാഷിന് സഹജമായി സ്വാഭാവികമായി തീരുന്നത്? ഇങ്ങനെ തുടങ്ങി ഗദ്യത്തിലേക്ക് എത്തിപ്പെടുന്നു. അതൊരു പക്ഷേ എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ കഴിയില്ലെങ്കിലും പ്രസക്തി എന്ന് പറയുന്ന 2 ലക്കം മാത്രം ഇറങ്ങിയൊരു മാസിക KGS ഇറക്കിയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഞങ്ങൾ എന്ന് പറഞ്ഞൊരു കവിത എഴുതി. അങ്ങനെ ചരിത്രത്തിൽ കൂടി ഈ മനുഷ്യർ, വിമോചകരായ മനുഷ്യർ വരുന്നതിനെ പറ്റിയുള്ള ഒരു ഡ്രീമാണ്, ഒരു സ്വപ്നമാണ്. അത് ചെറിയ കുറച്ച് വരികൾ മാത്രമുള്ള ഒരു കവിത. അതും അതിന് പുറകെ കേരള കവിതയിൽ എഴുതിയ പല കവിതകളെയും ഞാൻ ഗദ്യം പലതരത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങി. കേരള കവിത ആ തരത്തിലൊരു കളരി കൂടിയായിരുന്നു എനിക്ക്. സത്യവാങ്മൂലം വരുന്നത് കേരള കവിതയിലാണ്, 2-ാം കണ്ണ് വരുന്നത് അതിലാണ്, സച്ചിദാനന്ദൻ 13 എന്ന് പറഞ്ഞൊരു ആത്മപരിഹാസപരമായ കവിത വരുന്നതും ഈ കേരള കവിതയിലാണ്. അപ്പോൾ ആ കേരള കവിത കാലമാണ് ഒരർത്ഥത്തിൽ എൻ്റെ കവിതയിലേക്ക് ഗദ്യം സ്വാഭാവികമെന്ന പോലെ കൊണ്ടുവരുന്നത് എന്ന് പൊതുവായി പറയാൻ കഴിയും. കൂടുതലായിട്ട് മാഷിൻ്റെ ഈ വിവർത്തന ശ്രമങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ മാഷ് എല്ലാത്തരം കവിതകളും വിവർത്തനം ചെയ്തിട്ടുണ്ട്. ലാറ്റിൻ അമേരിക്കൻ, യൂറോപ്യൻ, ഇന്ത്യൻ, മറ്റ് ഭാരതീയ ഭാഷകളിൽ നിന്നുള്ള കവിതകൾ. ഇപ്പോൾ ഷേക്സ്പിയർ ഗീതകങ്ങളും പൂർണ്ണമായി മാഷ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ബഹുവിധമായി പരിഭാഷാ ശ്രമങ്ങളെപ്പറ്റി, അത് മാഷിൻ്റെ കവിത്വത്തെ സ്വാധീനിച്ചതിനെ പറ്റി. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് പരിഭാഷ എൻ്റെ ജീവിതത്തിലും ഭാവനയിലും മനസ്സിലും ഭാഷയിലും കവിത നിലനിർത്താനുള്ള ഒരു ഉപാധിയാണ്. അതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അല്പം ചുരുക്കിയാൽ ഒരു എക്സർസൈസ് എന്ന് വിളിക്കാം. നമ്മൾ ശാരീരികമായ അഭ്യാസങ്ങൾ കൊണ്ട് നമ്മൾ ആരോഗ്യം നിലനിർത്തുന്നത് പോലെ എൻ്റെ കവിതയെ നിലനിർത്തുന്നതിൽ അല്ലെങ്കിൽ കാവ്യഭാവനയെ, കവിയുടെ മനസ്സിനെ നിലനിർത്തുന്നതിൽ ഈ പരിഭാഷകൾക്ക് വളരെ പ്രധാനമായൊരു പങ്കുണ്ട്. എനിക്ക് സ്വന്തമായ കവിതയില്ലാത്ത സമയത്താണ് ഞാൻ ഈ പരിഭാഷകൾ ചെയ്യുന്നത്. പലപ്പോഴും അതിൻ്റെ ഇടവേളകളിൽ 2 കവിതകൾക്കിടയ്ക്കുള്ള അല്ലെങ്കിൽ 2 സമാഹാരങ്ങൾക്കിടയ്ക്കുള്ള ഇടവേളകളിലാണ് പലപ്പോഴും ഈ കവിതാ പരിഭാഷകൾ ഞാൻ ചെയ്തു പോകുന്നുള്ളത്. അത് എൻ്റെ കവിതയെയും കാവ്യഭാവനയെയും പച്ചയായി നിലനിർത്താനുള്ള വലിയ സഹായമാണ് ചെയ്തിട്ടുള്ളത്. അത് ആദ്യകാലത്തെ നെരൂദ ഹോച്ചിമിനായാലും അതിന് ശേഷമുള്ള അനേകം ഭാഷകളിൽ നിന്നുള്ള അനേകം കവികൾ അറിയാമല്ലോ. മാതൃഭൂമി തന്നെ 3 വോള്യങ്ങളിലായി 4 വോള്യങ്ങളിലായിട്ട് അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 3 ലോക കവിത, പടിഞ്ഞാറൻ കവിത, പലലോക കവിത, ഇന്ത്യൻ കവിത എന്നൊക്കെ പറഞ്ഞ്. അതുകൂടാതെ ഈ കോവിഡ് കാലത്ത് ചെയ്ത ഭക്തി സൂഫി കവികളുടെ 5 സമാഹാരങ്ങളുണ്ട്. ബുള്ളേ ഷായുടെ കവിത, അല്ലെങ്കിൽ തുക്കാറാമിൻ്റെ, കബീറിൻ്റെ ഒക്കെ ഞാൻ നേരിട്ടാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കവിതകളുടെ പരിഭാഷ ഇതെനിക്ക് ഈ പറഞ്ഞതുപോലെ എന്നെ തന്നെ കവിയായി നിലനിർത്താനുള്ള ഒരു പ്രധാന ഉപാധി ആയിരുന്നിട്ടുണ്ട്. അതേസമയം നമ്മുടെ കാവ്യവായനക്കാർക്ക് നൽകുന്ന
അറിയാതെ തന്നെ നൽകുന്ന ഒരു പരിശീലനവുമാണ്. കവിത നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു തരത്തിലല്ല ലോകം മുഴുവൻ എഴുതപ്പെടുന്നത്. അനേകം തരങ്ങളിൽ അനേക ഭാവനാ രീതികൾ അതിൽ പ്രവർത്തിക്കുന്നു, അനേക ഭാഷാരീതികൾ പ്രവർത്തിക്കുന്നു. ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ജ്ഞാനവും ഒരു അനുഭവവും അതോടൊപ്പം ലോക കവിതയെക്കുറിച്ചുള്ളൊരു സാമാന്യ ജ്ഞാനവും ഇത് രണ്ടും ഒന്നിച്ച് നൽകാനുള്ള അതിനു വേണ്ടിയല്ല അത് തുടങ്ങിയതെങ്കിലും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ ഫലങ്ങളിലൊന്ന് അതുകൂടിയാണ് ഈ ഇങ്ങനെയുള്ള ഒരു ലോക കവിതയെപ്പറ്റിയുള്ള പൊതുവായൊരു ജ്ഞാനം മലയാളിക്ക് ഉണ്ടാവുന്നു എൻ്റെ ഈ പരിഭാഷകൾ എല്ലാം കൂടി വായിച്ചാൽ. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഒരു അനുഭവത്തിൻ്റെ വിവിധ ആവിഷ്കാര രീതികളെ പറ്റിയുള്ളൊരു ബോധവും ഉണ്ടാവും. പരിഭാഷൻ്റെ വായനക്കാരൻ കൂടിയാണല്ലോ. തീർച്ചയായിട്ടും. മാഷ് പരിഭാഷപ്പെടുത്തിയ കവികളുടെ കൂട്ടത്തിൽ മാഷിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കവികൾ ആരൊക്കെയാണ്? ഏറ്റവും പ്രിയപ്പെട്ട കവി ഒന്ന് തീർച്ചയായിട്ടും നെരൂദയാണ്. ഞാൻ നെരൂദയുടെ ചില കവിതകൾ ചെയ്തിരുന്നു. അതിനു മുമ്പ് അയ്യപ്പപ്പണിക്കർ ചില കവിതകൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് പി ഗോവിന്ദപിള്ളയാണ് എൻ്റെ ഇരിഞ്ഞാലക്കുട ഞാൻ താമസിച്ചിരുന്ന ചെറിയ വാടക വീട്ടിൽ വന്ന് എൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്ന് എഗ്രിമെൻ്റ് ഒപ്പിടി, ഞാൻ കസേരയിൽ ഇരിക്കുകയാണ്, അദ്ദേഹം മുമ്പിൽ ഇരുന്നിട്ട് എഗ്രിമെൻ്റ് ഇതിലൊന്ന് അതിന് ഒപ്പിടണം, രൂത ഞങ്ങൾക്ക് ഇന്ന ദിവസം രൂതയുടെ ചരമദിനത്തിൽ അത് പബ്ലിഷ് ചെയ്യണം എന്ന് പറയുന്നത് ഞാൻ ഒപ്പിട്ട് കൊടുക്കുന്നു. പിന്നെ അന്ന് തൊട്ട് രാത്രിയും പകലും നെരൂദ പരിഭാഷ ചെയ്യുന്നു. ആ നെരൂദ ഇപ്പോഴും എനിക്ക് പ്രിയമാണ്. നെരൂദയുടെ ശൈലിയുടെ സവിശേഷത കൊണ്ടുകൂടിയായിരിക്കാം അത് ഇപ്പോഴും വളരെ പ്രിയമാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു കവി സെസാർ വയേഹോ ആണ്. വയേഹോവിൻ്റെ കവിത വളരെ വളരെ വ്യത്യസ്തം, സാധാരണ കവിതകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള, കവിതയ്ക്കടിയിലൊരു രണ്ടാം കവിത ഇങ്ങനെ മുളച്ചു വരുന്നുണ്ടെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള കവിതയും അതിൻ്റെ ഭാവനാ രീതി, അതിൻ്റെ ഭാഷാരീതി, അതിലൊക്കെ തന്നെ ആ തരത്തിലുള്ള ഒരു വളരെ പുതിയതായൊരു കവിയെ നമുക്ക് കാണാൻ കഴിയും. റീൽക്കെ പോലുള്ള ആളുകളെ ഞാൻ പരിഭാഷ ചെയ്തിട്ടുണ്ടെങ്കിലും റീൽക്കെയും അല്ലാർമേ, ബോദലേർ ഇവരൊക്കെ എനിക്ക് വളരെ പ്രിയങ്കരായ പഴയ കാലത്തെ ആദ്യകാലത്തെ ആധുനിക കവികളാണ് എന്ന് പറയാം. പിന്നീട് നമുക്കറിയാവുന്നതുപോലെ ഒരുപാട് ഭാഷകളിലെ കവികളെ വിവർത്തനം ചെയ്യാൻ ഇടവന്നിട്ടുണ്ട്. നജ്വാൻ ദർവീഷിൻ്റെയും അസ്മാ സൈസയുടെയും ഒക്കെ പാലസ്തീനിയൻ കവിതകൾ ഉൾപ്പെടെയുള്ള കവിതകൾ. അപ്പോൾ ഇവരിൽ പലരും എനിക്ക് കവിതയുടെ പല പല രീതികളെക്കുറിച്ച് പറഞ്ഞു. നജ്വാൻ ദർവീഷിനെ ഞാൻ ആദ്യം കാണുന്നത് റോട്ടർഡാമിലൊരു സാഹിത്യ ഉത്സവത്തിൽ വെച്ചാണ്. അപ്പോൾ അന്ന് തന്നെ നജ്വാൻ്റെ കവിതകൾ വിസ്മയകരമായി എനിക്ക് തോന്നി, വളരെ വ്യത്യസ്തം, സാധാരണ അറബ് കവിതയിൽ നിന്നും വളരെ വ്യത്യസ്തം. അപ്പോൾ പിന്നീടാണ് നജ്വാൻ എന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പിന്നീട് നജ്വാൻ്റെ ചില കവിതകൾ ഞാൻ പരിഭാഷ ചെയ്യാൻ തീരുമാനിക്കുകയും അങ്ങനെ ഒരു കുറച്ച് കവിതകൾ പരിഭാഷ ചെയ്യുകയും ചെയ്തു. ഇങ്ങനെയുള്ള പിന്നെ ലോർക്ക, മറ്റൊരു വലിയ ആഹ്ലാദം തന്നിട്ടുള്ളൊരു കവിത ലോർക്കയുടെ കവിതകളാണ്. അത് മാതൃഭൂമിയിലാണ് ആദ്യ കവിതകൾ കുറേ വരുന്നത്, പിന്നീട് പുസ്തകങ്ങളിലായിട്ട് വരുന്നു. അങ്ങനെ കുറേ ആലോചിച്ച് വരുമ്പോൾ ഒരുപാട് കവിതകൾ എൻ്റെ മനസ്സിലേക്ക് വരും. ഉങ്കാരറ്റിയെ പോലുള്ള കവിതകൾ, ക്വാസിമോദോവിനെ പോലുള്ള ഇറ്റാലിയൻ കവികളാണ് അവർ രണ്ടുപേരും. അവരുടെ വളരെ സവിശേഷമായ കാവ്യ സമ്പ്രദായങ്ങൾ, ഇതൊക്കെ അനേകം കവികളെ ഓർമ്മ വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ചില ആളുകളാണ് പ്രത്യേകിച്ച് നമ്മളെ ആകർഷിക്കുകയും നമ്മുടെ മനസ്സിൽ നിലനിൽക്കുകയും അത് ചെയ്യുമ്പോൾ കവിത എഴുതുന്നതിന് തന്നെ ആഹ്ലാദം നമുക്ക് നൽകുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഇഷ്ടങ്ങൾ മലയാള കവിതയിലേക്ക് വരികയാണെങ്കിൽ മാഷിന് ഇഷ്ടപ്പെട്ട, മാഷിന് മമതാബന്ധം തോന്നിയിട്ടുള്ള കവികളെ പറ്റി കവിതകൾ എഴുതിയിട്ടുണ്ട്. മാഷിൻ്റേത് മാത്രമായൊരു മലയാള കവിതയിലൊരു വംശാവലി സങ്കല്പിക്കാമെങ്കിൽ ആരൊക്കെ ഉണ്ടാവും ആ വംശാവലിയിൽ? അത് പ്രധാനമായിട്ട് എഴുത്തച്ഛൻ നിശ്ചയമായിട്ടും ഉണ്ടാവും. ഒരു പഴയ കവികളിലെ എഴുത്തച്ഛൻ. ഇത് ഞാൻ പറയുന്നത് ഒരു ഒന്നാം നിരയെ പറ്റി മാത്രമാണ്. രണ്ടാം നിരയിലും മൂന്നാം നിരയിലും അനേകം പേരുണ്ടെന്ന് ഞാൻ ആദ്യമേ തന്നെ ഒരു ജാമ്യമെടുത്തുകൊള്ളട്ടെ. എഴുത്തച്ഛൻ, കുമാരനാശാൻ, വൈലോപ്പള്ളി, ഇടശ്ശേരി കുഞ്ഞിരാമൻ നായർ, സുഗതകുമാരി, അയ്യപ്പപ്പണിക്കർ, ഇതാണ് എൻ്റെ പ്രഥമ നിരയിലെ കവി. പിന്നെ പലരുടെയും പല ഒറ്റ കവിതകളായിട്ട് പലരുടെയും ഇഷ്ടമാണ്. അതൊക്കെ ധാരാളമുണ്ട്. വലിയ കവികൾ ആയിട്ടുള്ള പല ആളുകളും, ശങ്കരക്കുറുപ്പുണ്ട്, അങ്ങനെ ആലോചിച്ച ഒരുപാട് പേരുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന പേരുകൾ ഇതായിരിക്കും. കാരണം ഇവരെ ഞാൻ എന്താ പറയുക, നാച്ചുറൽ പോയറ്റ്സ് എന്ന് പറയാം. അവർ
കവിതയിൽ ജനിച്ചു വീണവരോ അല്ലെങ്കിൽ ആ കവിത അവരിൽ നിന്നും വളരെ സ്വാഭാവികമെന്ന പോലെ ഒരു വൃക്ഷത്തിന് ഇലകളെന്ന പോലെ മുളച്ചു വരികയും ഒക്കെ ചെയ്ത ആളുകളാണ്. ആ സ്വാഭാവികതയെയും ആ സ്വാഭാവികതയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ അതിൽ ഉപയോഗിച്ച കരകൗശലത്തെയും ഭാഷാകൗശലത്തെയും അത്ഭുതകരമായി കാണുന്ന മാനിക്കുന്ന ഒരാളാണ്. മാഷിലെ ഒരു നിരൂപകനുണ്ടല്ലോ, ആ നിരൂപകൻ എങ്ങനെയാണ് ആശാൻ കവിതയെ അല്ലെങ്കിൽ ആശാൻ്റെ കവിത്വത്തെ? അതെ, ആശാൻ്റെ കവിതയിൽ നമ്മുടെ ഭാവഗീതത്തിൻ്റെ തുടക്കമുണ്ട്, നമ്മുടെ വിലാപകാവ്യത്തിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള തുടക്കമുണ്ട്, നമ്മുടെ ആഖ്യാനകാവ്യത്തിൻ്റെ തുടക്കമുണ്ട്. രീതികൾ എന്ന നിലയ്ക്ക് പറയുകയാണെങ്കിൽ, ശൈലി എന്ന നിലയ്ക്ക് പറയുകയാണെങ്കിൽ കവികളുടെ സ്വാഭാവികമായ ശൈലീ പരിണാമം ആശാനിലുണ്ട്. ആദ്യകാല കവിതയിൽ നിന്ന് കരുണയിലേക്ക് എത്തുമ്പോഴുള്ളൊരു മാറ്റം നോക്കുക. സംസ്കൃത വൃത്തത്തിൽ നിന്ന് ദ്രാവിഡ വൃത്തത്തിലേക്ക് മാറുന്നത് മാത്രമല്ല, അതിലെ വാക്കുകളുടെ തിരഞ്ഞെടുപ്പ് കൂടുതൽ സംസ്കൃതബദ്ധമായിരുന്നൊരു ഭാഷ കുറേയും കൂടി സംസ്കൃതമുക്തം എന്ന് പൂർണ്ണമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ സംസ്കൃത വാക്കുകൾ കുറഞ്ഞ ഒരു സംസ്കൃത ലുപ്തം എന്നൊരു വാക്കുണ്ടെങ്കിൽ അങ്ങനെ പറയാം, അങ്ങനെയുള്ളൊരു ഭാഷയായിട്ട് മാറുന്നത് നാം കാണുന്നുണ്ട്. അപ്പോൾ വൃത്തത്തിൽ, ശൈലിയിൽ, ഭാഷയിൽ, വാഗ് സംയോജനത്തിൽ ഇതിലൊക്കെ നിരന്തരമായിട്ട് അവനവനെ തന്നെ വിചാരണ ചെയ്യുകയും മാറ്റുകയും, ഇത് കവിയുടെ ഒരു പ്രധാനപ്പെട്ട ഗുണമാണ്, ഏത് വലിയ കവിയുടെ. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ആശാനെ കണ്ടുപോന്നിട്ടുള്ളതും ഇപ്പോൾ കൂടുതലായി പോലും കാണുന്നതും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലോകത്ത് ഒരു വീണപൂവുണ്ട്, ഒരു ചണ്ഡാലഭിക്ഷയുണ്ട്, ഒരു കരുണയുണ്ട്, ഒരു ചിന്താവിഷ്ടയ സീത പോലെ ചോദ്യം ചെയ്യുന്ന ഒരു മൂല്യങ്ങളെ, പുരുഷ മൂല്യങ്ങളെ അല്ലെങ്കിൽ പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ മൂല്യങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു സ്ത്രീയുമുണ്ട്. അങ്ങനെയുള്ള, അതുപോലെ സ്ത്രീകൾ, ഇത്രയധികം നായികമാരെ സൃഷ്ടിച്ച ഒരാൾ, ഇത്ര ഈ ഞാൻ പറഞ്ഞ പോലെ പല കാവ്യരീതികളുണ്ടാക്കിയ ഒരാൾ. അപ്പോൾ ആ തരത്തിൽ ആശാൻ ഒരു ആശാൻ തന്നെയായിരുന്നു. നമ്മൾ ഈ സംഭാഷണത്തിൽ ഒരുപക്ഷെ വിട്ടുപോയ ഒരു മാഷിൻ്റെ ജീവിതത്തിലെ വിട്ടുപോയ ഒരു ഘട്ടം എന്ന് പറയുന്ന അധ്യാപനമാണ്. ഒടുവിൽ ഞാൻ ഒറ്റയാകുന്നു എന്ന കവിതയിലാണ് ഒരുപക്ഷെ മാഷിൻ്റെ കവിതയിൽ നേരിട്ട് അധ്യാപന സന്ദർഭം കടന്നു വരുന്നത്. കഠിനമീ അപ്പം തീന്മേശ കുടിലം എന്ന വരികളും കാണാൻ കവിതയിൽ. ആ കാലത്തെപ്പറ്റി, ആ ജോലിയെപ്പറ്റി, ആ അനുഭവത്തെപ്പറ്റി. അത് ഞാൻ വാസ്തവത്തിൽ ആസ്വദിച്ചൊരു ജോലിയായിരുന്നു അധ്യാപനം ആത്യന്തികമായി നോക്കുമ്പോൾ. ശരിയാണ്, ചിലപ്പോഴൊക്കെ നമുക്കെല്ലാവർക്കും അനുഭവം ഉണ്ടാവും. നമുക്ക് ഇഷ്ടമില്ലാത്ത ചിലത് പഠിപ്പിക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് തന്മയീഭവിക്കാൻ കഴിയാത്ത ചിലത് ക്ലാസ് മുറിയിലെ വിഷയമായി മാറുമ്പോൾ നമുക്ക് വിഷമം അല്ലെങ്കിൽ വിയോജിപ്പ് ഒക്കെ ഉണ്ടായിരുന്നിരിക്കാൻ ഇടയുണ്ട്. പക്ഷെ അധ്യാപനം എന്ന ജോലി വാസ്തവത്തിൽ ഞാൻ അധ്യാപകനായപ്പോൾ ആരംഭിച്ചതല്ല എന്നതാണ് സത്യം. 16-ാമത്തെ വയസ്സിലാണ്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മലയാള മനോരമയുടെ ബാലജന സഖ്യം എന്നെ പ്രസംഗിക്കാൻ വിളിക്കുന്നത്. അന്ന് ഞാനൊരു കുട്ടിയായിരുന്നു. അതിനുശേഷം ബിരുദാനന്തര ബിരുദ മഹാരാജാസിലാണ് ഞാൻ പഠിച്ചത്. ആ കാലത്ത് ആലുവയിൽ കുറ്റിപ്പുഴയോടൊപ്പം പ്രസംഗിക്കുന്നതും എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഇതേ ഹിന്ദുത്വ വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. അതിന് പ്രത്യേക കാരണങ്ങളുണ്ടായിരുന്നു. ആ ഭാഗം ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ അവർക്ക് ശക്തിയുള്ളൊരു ഭാഗമായിരുന്നു എന്ന് രണ്ടോ ആളുകൾ മുൻകൂട്ടി പറഞ്ഞിരുന്നു. അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും സംസാരിക്കരുത് എന്നും പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അത് വർഷങ്ങൾക്ക് മുമ്പുള്ള 66-68 കാലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അന്ന് മുതൽ ഈ തരത്തിലുള്ള ഇന്ത്യ ഒരു ഏകമത രാഷ്ട്രമോ ഏകാഭിപ്രായ രാഷ്ട്രമോ സമഗ്രാധിപത്യ രാഷ്ട്രമോ ആകുന്നതിനെതിരെ അന്ന് മുതൽ ഇന്ന് വരെ നിലകൊണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് ഒറ്റ പാർട്ടിയുടെയോ ഒറ്റ മതത്തിൻ്റെയോ ഒറ്റ അഭിപ്രായത്തിൻ്റെയോ രാജ്യമാകാതെ അനേകം മനുഷ്യർക്ക് അനേകം രീതിയിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാവുന്ന ഒരു രാജ്യമായി തന്നെ തുടരുകയും നിലനിൽക്കുകയും വേണം എന്നാഗ്രഹിക്കുന്ന, അന്ന് മുതലേ ആഗ്രഹിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അന്ന് ഞാൻ അധ്യാപനത്തെ പറ്റിയാണ് പറഞ്ഞു വന്നതെങ്കിലും മറ്റൊരു തരം അധ്യാപനത്തെക്കുറിച്ച് പറയുകയായിരുന്നു. അപ്പോൾ ആ അധ്യാപനം അന്ന് മുതൽ 16-17 വയസ്സ് മുതൽ
തുടങ്ങിയിട്ടുണ്ട്. അധ്യാപകൻ എന്ന ഒരു കുട്ടി സ്വയം അവകാശപ്പെടുന്നത് ശരിയല്ലായിരിക്കാം. പക്ഷേ ഞാൻ ഒരുപക്ഷേ എൻ്റെ കേൾവിക്കാർക്ക് അറിയാത്ത ചില കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. എവിടെ നിന്നാണ് ഹിന്ദു എന്നുള്ള വാക്ക് വന്നത്, നമുക്ക് ആര്യൻ എന്ന് പറഞ്ഞൊരു വംശമുണ്ടോ, ഹിന്ദി എന്ന് വാസ്തവത്തിൽ പറയാവുന്നൊരു ഭാഷയുണ്ടോ, ഇതൊന്നും വാസ്തവത്തിൽ ഇല്ലെന്നാണ് സത്യം. അതിനെക്കുറിച്ച് ധാരാളം തെളിവുകൾ ഇന്ന് ലഭ്യമാണ്. വലിയ നരവംശാസ്ത്രത്തിൻ്റെയും ഭാഷാശാസ്ത്രത്തിൻ്റെയും ഒക്കെ കാഴ്ചപ്പാടിൽ ഇതൊക്കെ ആളുകൾ ഇപ്പോൾ കാണുകയും അതിനെക്കുറിച്ച് ധാരാളം പുസ്തകങ്ങളൊക്കെ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതലേ തന്നെ ആ രീതിയിലുള്ളൊരു അധ്യാപനം എന്നെ ആകർഷിച്ചു വന്നിട്ടുണ്ട്. അതിനെ കൈവിടാതെ തന്നെ ക്ലാസ് മുറികൾ കൂടി സ്വീകരിക്കുകയാണ് വാസ്തവത്തിൽ ഞാൻ ചെയ്തത്. പഠിക്കുമ്പോൾ നടത്തിയിരുന്ന പഠിപ്പിക്കലിനോടൊപ്പം തന്നെ ക്ലാസ് മുറിയിലുള്ള പഠിപ്പിക്കൽ, ഔപചാരികമായ എന്ന് വേണമെങ്കിൽ പറയാം, പഠിപ്പിക്കൽ കൂടി ആരംഭിക്കുകയാണ് ചെയ്തത്. അതെനിക്ക് ഒരുപാട് നല്ല അനുഭവങ്ങളും അത്ര നല്ലതല്ലാത്ത അനുഭവങ്ങളും തന്നിട്ടുണ്ട്. നല്ല അനുഭവങ്ങൾ എന്നത് പ്രധാനമായിട്ടുള്ളത് അതെൻ്റെ സംവേദനശേഷിയെ വികസിപ്പിച്ചു എന്നതാണ്. അത് നമ്മളോടെല്ലാം ആ ജോലി ചെയ്യുന്ന ഒരു പ്രധാന കാര്യം അതാണ്. നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് കൂടുന്നു. അധ്യാപകരല്ലാത്തവർക്കത് കഴിയില്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അധ്യാപകർക്കത് സ്വാഭാവികമായി മാറുന്നു. താൻ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെന്നൊരു നിർബന്ധം അധ്യാപകർ അവർ പുറത്ത് പ്രസംഗിക്കുകയായാലും ആ നിർബന്ധം ഉണ്ടാകും. മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കുക, കാര്യങ്ങളെ യുക്തിസഹമായി കാര്യങ്ങളെ പറ്റി പ്രതിപാദിക്കുക. അത് സാഹിത്യമായാലും ശരി, മറ്റു വിഷയങ്ങളായാലും ശരി, യുക്തിസഹമായി പ്രതിപാദിക്കുക. അതിനൊരു സവിശേഷ ക്രമമുണ്ടാവുക ആശയങ്ങൾക്ക്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന്, ചിന്തയിലും ആവിഷ്കാരത്തിലുമൊക്കെ ഉണ്ടാകുന്നതിന് അധ്യാപന വൃത്തി വളരെയധികം എന്നെ സഹായിച്ചിട്ടുണ്ട്. അനേകം വിദ്യാർത്ഥികൾ എൻ്റെ ക്ലാസ്സുകളൊക്കെ ഓർക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് വലിയ ആഹ്ലാദം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 30 വർഷത്തിന് ശേഷം തൃശ്ശൂർ വന്നപ്പോൾ എന്നെ മാഷ് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് എന്നോട് അന്ന് പറയാത്ത ആളുകൾ കുറവാണ്. വയസ്സായ ആളുകൾ, എന്നെക്കാൾ പ്രായം തോന്നിക്കുന്ന ആളുകളാണ് വന്ന് പറയുന്നത് മാഷ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്നും മാത്രമല്ല എന്താണ് പഠിപ്പിച്ചതെന്നും ഞാൻ ഉപയോഗിച്ചിരുന്ന ഭാഷയെപ്പറ്റിയൊക്കെ അവർ പറയുമ്പോൾ വലിയ സന്തോഷം തോന്നിയിട്ടുണ്ട്. മാഷാണ് ഞങ്ങൾ ശരിക്കും ഇംഗ്ലീഷായിരുന്നു എൻ്റെ വിഷയം, ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിപ്പിച്ചത് എന്ന് പറയുന്ന അനേകം ആളുകളെ കണ്ട് അതെനിക്ക് വലിയ സന്തോഷം തന്നിട്ടുണ്ട്. മാഷ് 80ാം പിറന്നാളിലേക്ക് എത്തുകയാണല്ലോ. മാഷിന് ഹൃദയപൂർവ്വം പിറന്നാൾ ആശംസിക്കുന്നു. നന്ദിയുള്ളത്. അതോടൊപ്പം ഈ ഓരോ ജീവിതഘട്ടങ്ങളെയും മാഷ് കവിത കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ പതിറ്റാണ്ടിനെയും, ഒരുപക്ഷെ ജീവിതത്തിലെ ഓരോ പതിറ്റാണ്ടുകൾ പിന്നിടുന്ന ഘട്ടത്തെ 30 മുതൽ ഉണ്ട്. 30 മുതൽ 40, 50, 60, 70, 70നും 75നും ഇടയിൽ ഇപ്പോൾ 80 എന്നുള്ള കവിത എഴുതിയിട്ടുണ്ട്. അത് വരാൻ പോകുന്നു. 80നെ മാഷ് എങ്ങനെ, 80ൽ നിന്നുകൊണ്ടുള്ള പിന്നോട്ടത്തെ എങ്ങനെ സംഗ്രഹിക്കുന്നു? അതെ, അത് വെറുതെയായിട്ടില്ല എന്നുള്ള തോന്നലാണ്. ചലനമൊന്നും ആ ഒരു തോന്നൽ, ഒരു പിലാവില, ഞാൻ അറിയാലോ, പിലാവില പെറുക്കാൻ കുനിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കിണ്ണം തുടുത്ത കഞ്ഞി കുടിച്ചിട്ടുണ്ടെന്നുള്ള ആ ബോധം, അത് തന്നെയാണ് വാസ്തവത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഉള്ളത്. ഞാൻ വലിയ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്, വലിയ കഷ്ടപ്പാടിലൂടെ. ആദ്യകാലത്ത് ദാരിദ്ര്യം എന്നതിനെ പറഞ്ഞുകൂടെങ്കിലും ഈ നിമ്ന മധ്യവർഗത്തിൻ്റെ ഒരു പ്രത്യേകതരം ദാരിദ്ര്യമുണ്ട്. പണം ഇല്ലാതിരിക്കുക, എന്നാൽ അത്യാവശ്യം വയലൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഭക്ഷണം കഷ്ടിച്ച് കഴിഞ്ഞു പോകും. പക്ഷെ 10 പൈസ കൊണ്ട് ഒരു ബസ്സിൽ പോയി എനിക്ക് കുഞ്ഞിരാമൻ നായർ തൃശ്ശൂർ വരുന്നതിൻ്റെ പ്രസംഗം കേൾക്കണം എന്ന് വെച്ചാൽ അത് സാധിക്കില്ല. ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ കൂടിയാണ് എൻ്റെ ബാല്യം മുഴുവൻ, എൻ്റെ മാത്രമല്ല എൻ്റെ സഹോദരൻ്റെയൊക്കെ ബാല്യം കടന്നു പോന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലും ഞാൻ ഇന്നൊരു വലിയ അനുഭവ സമ്പത്തായിട്ടാണ് കാണുന്നത്. എന്താണ് ദാരിദ്ര്യം? പണമില്ലാത്തൊരാളുടെ ജീവിതം എങ്ങനെയായിരിക്കും? എങ്ങനെയാണ് പച്ചക്കറി പോലും പുറത്തുനിന്ന് വാങ്ങാൻ കഴിയാതെ ഉള്ള ചെറിയ സ്ഥലത്ത് പച്ചക്കറികൾ ഉണ്ടാക്കേണ്ടി വരികയൊക്കെ ചെയ്യുന്ന ആ ഒരു അവസ്ഥ, അതിലൂടെ അതുപോലെ ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നും വാങ്ങാൻ കഴിയാത്ത ഒരവസ്ഥ. ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് പോലും കുട്ടികൾക്ക് ചിലപ്പോഴൊക്കെ അവരൊരു പാവ ചോദിക്കുമ്പോൾ എനിക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിയാതിരുന്നിട്ടുണ്ട്. ഈ ഒരു ലെക്ചറുടെ ശമ്പളം മാത്രമാണ് ഉണ്ടായത്. കാരണം എനിക്ക് ചില വ്രതങ്ങളുണ്ട്. ഞാൻ ഈ മൂല്യങ്ങളെപ്പറ്റി പറയുക മാത്രമല്ല ചെയ്യുന്നത്. വാസ്തവത്തിൽ ഞാൻ ഇവരുടെ വീട്ടിൽ നിന്നോ എൻ്റെ വീട്ടിൽ നിന്നോ 1 സെൻറ്റ് ഭൂമിയോ
ഒരു പൈസയോ മേടിച്ചിട്ടില്ല, കുട്ടികളിൽ നിന്നൊന്നും മേടിച്ചിട്ടില്ല. കുട്ടികൾക്ക് എല്ലാ വിവാഹ വാർഷികത്തിനും എല്ലാ പിറന്നാളിലും എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ജോലി ചെയ്താണ്, ഈ വയസ്സ് വരെ ജോലികൾ ചെയ്തിട്ടാണ് ഞാൻ എന്തെങ്കിലും പൈസ ഉണ്ടാക്കുകയും ജീവിക്കുകയും ഒക്കെ ചെയ്തു പോകുന്നുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഭാഗം പുസ്തകങ്ങളൊക്കെ വാങ്ങാനൊക്കെ ആയിട്ട് പോവുകയും ചെയ്യുമായിരുന്നു. ആദ്യകാലം മുതൽ പൈസ ഇല്ലാത്ത കാലത്തും പുസ്തകങ്ങൾ വാങ്ങും, കടം തരുന്ന, അതൊക്കെ വലിയ ഓർമ്മകളാണ്. ആസാദ് ബുക്ക് സെൻറ്റർ എന്ന് പറഞ്ഞ് മഹാരാജിനടുത്ത് ഒരു ബുക്ക് സെൻറ്റർ ഉണ്ടായിരുന്നു. ഈ ആസാദ് ഒരു പഴയ PSPക്കാരനാണ്, സോഷ്യലിസ്റ്റാണ്. അപ്പോൾ എൻ്റെ പുസ്തക താല്പര്യം കണ്ടിട്ട് അയാൾ എനിക്ക് കടം തരും. ഇപ്പോൾ തിരിഞ്ഞു പോകാൻ അത്ഭുതം തോന്നും. അദ്ദേഹം ഞാനിങ്ങനെ സാർത്രൻ്റെ ബീയിങ് ആൻഡ് നത്തിങ്നെസ് അവിടെ ഇരിക്കുന്നു. MAക്ക് എൻ്റെ വായന പ്രധാനമായിട്ട് സാർത്രൊക്കെ കമ്മിയൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ ഇരിക്കുന്നു എന്ന് പറയാം, അതിന് സ്നേഹത്തോടെ പുസ്തകത്തെ നോക്കിയാൽ ഉടനെ അദ്ദേഹം എനിക്കത് എടുത്തു തരും. പിന്നെ തന്നാൽ മതി കുട്ടി, ഈ മാസം അവസാനം എന്തെങ്കിലും പൈസ ആരെങ്കിലും അയച്ചു തരുന്നുണ്ടാവല്ലോ ഇവിടെ ഫീസൊക്കെ കൊടുക്കാൻ, ആ സമയത്ത് തന്നാൽ മതി. അങ്ങനെ എത്ര പുസ്തകങ്ങളാണ് അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളതെന്നൊക്കെ ആലോചിക്കുമ്പോൾ, അങ്ങനെ നമ്മൾ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെയോ അതിലും കൂടുതലോ സഹായം നമുക്കും ലഭിച്ചിട്ടുണ്ടെന്നുള്ള തോന്നൽ. ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്ലാവില പെറുക്കാൻ കുനിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിണ്ണം തുടുത്ത കഞ്ഞി കുടിച്ചിട്ടുണ്ട് എന്ന തോന്നൽ, കഷ്ടപ്പെട്ട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ചില പുസ്തകങ്ങൾ ഒരുപക്ഷെ കഷ്ടപ്പെട്ട് വായിക്കേണ്ട പുസ്തകങ്ങൾ പോലും എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന തോന്നൽ, ഞാൻ നിരന്തരമായിട്ട് രാവും പകലും ഉറക്കമൊഴിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം ഇപ്പോൾ കാണാനുണ്ട് എന്ന തോന്നൽ, അത് കവിതയായിട്ടും ലേഖനമായിട്ടും നാടകമായിട്ടും കുട്ടികൾക്കുള്ള എഴുത്തായിട്ടും ഈ 70 വയസ്സിന് ശേഷം കഥയും കുട്ടിക്കവിതകളുമായിട്ടും ഒക്കെ തന്നെ അത് സന്നിഹിതമാണ് എന്നേ മാത്രമേ ഞാൻ പറയുള്ളൂ. പ്രസൻറ്റ്, അത് കേമമാണെന്നോ താഴെയാണെന്നോ ഒന്നും ഞാൻ പറയില്ല. അത് മലയാളത്തിൻ്റെ ഒരു പുസ്തക ലോകത്ത് അവയുടെ ഒരു സാന്നിധ്യം അടയാളപ്പെടുത്താൻ കഴിഞ്ഞു, ഒരു മുദ്ര ചെറിയതായിട്ടെങ്കിലും പതിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു തോന്നൽ, ഇതെല്ലാം വളരെ സംതൃപ്തി നൽകുന്ന കാര്യങ്ങളാണ്. എനിക്ക് ആ തരത്തിൽ ആലോചിച്ചാൽ പശ്ചാത്തപിക്കേണ്ടതായിട്ടൊന്നും തന്നെ ഉണ്ടെന്ന് തോന്നുന്നത്. ഞാൻ അനുഭവിച്ച ഏറ്റവും കഠിനമായ ദുഃഖങ്ങൾ പോലും എനിക്ക് വലിയ പാഠങ്ങൾ നൽകിയിട്ടുണ്ട്. ചില ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെന്ന് കരുതിയവരുടെ ചതികൾ പോലും എനിക്ക് വലിയ പാഠങ്ങൾ, മനുഷ്യരെ പറ്റിയുള്ള എൻ്റെ ധാരണയെ കൂടുതൽ സങ്കീർണവും ആഴമുള്ളതും ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരനുഭവവും വെറുതെ അല്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ട്. അത് ദുഃഖമായാലും സുഖമായാലും അത് സ്നേഹമായാലും വഞ്ചനയായാലും ഇതൊക്കെ നമ്മെ നിരന്തരമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നാം അറിയാതെ തന്നെ നമ്മൾ തത്വചിന്താ പുസ്തകങ്ങളൊന്നും എഴുതിയില്ലെങ്കിൽ പോലും നമ്മളെ തത്വചിന്തകരാക്കുന്നു എന്നുള്ള ഒരു തോന്നൽ എനിക്ക് ശക്തമായിട്ട് ഉണ്ടാകുന്നുണ്ട്. ആ തരത്തിലുള്ളൊരു സംതൃപ്തി എന്ന് തന്നെ അതിനെ വിളിക്കാമെന്ന് തോന്നുന്നു. ഒരു മനുഷ്യന് സാധ്യമായ സംതൃപ്തി, ആ സംതൃപ്തിയാണ് ഈ പ്രായത്തിൽ എനിക്ക് നിശ്ചയമായിട്ടുമുള്ളത്. 80 ഇങ്ങനെയാവാം തന്ത്രികൾ മീട്ടുന്നുണ്ടാം, 80 സ്വരങ്ങളിൽ പാടുന്ന കൊലയാളി. 80 ഇങ്ങനെയാകാം തന്ത്രികൾ മീട്ടുന്നുണ്ടാം, 80 സ്വരങ്ങളിൽ പാടുന്ന കൊലയാളി.